മുസ്ലിം പേരിന്റെ കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാലേ ചിലപ്പോൾ മുസ്ലിം പിള്ളേരാണ് കൂടുതൽ കൊല്ലുന്ന പോലെ തോന്നും. പല പേരുകൾ അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട്. അത് MDMA, സിന്തറ്റിക് ഡ്രഗ്സ് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുന്നതിന് കാരണം. ഈ സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? 5 years. 5 ഒന്നും അല്ല. MDMA ഒക്കെ വന്നിട്ട് 7-8 വർഷമായി. 8 വർഷമായോ? ആയിട്ടുള്ളൂ. അല്ലാതെ ഇതൊരു അധികം നാളായിട്ടില്ല ശരിക്കും. ഇപ്പൊ ഈ അടിച്ച് കാണുന്ന ഭ്രാന്തന്മാരെ എല്ലാം അടുത്തിടെ അടി തുടങ്ങിയവരാവാനാണ് സാധ്യത. അല്ലാതെ പിള്ളേരൊക്കെയാണ്. പക്ഷേങ്കിലും എന്താ പറയാ, ഇപ്പൊ ഒരു 7 വർഷം മുമ്പ് 2015 പിടിച്ചു നോക്കാം. 2015 സീൻ ഉണ്ടാവൂല്ലോ ഇവിടെ. അല്ല, എല്ലായിടത്തും ഉണ്ട്. മർഡർ കേസുകൾ എന്നും ഉണ്ട്. 2015 299 ഏത് സ്റ്റേഷനിലാണ് ഇത്? ഇങ്ങനെ എല്ലാ സ്റ്റേഷനിലും നമുക്ക് കാണാൻ പറ്റുമോ? തൃശ്ശൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ 2005 കേസസ് രജിസ്റ്റേർഡ് അണ്ടർ ദ ഇന്ത്യൻ പീനൽ കോഡ് ഇൻ 2015. പോലീസ് സ്റ്റേഷൻസ് ആൻഡ് മർഡർ അറ്റംപ്റ്റ്സ് ഇൻ 2015 അതിനകത്ത് 3 അറ്റംപ്റ്റ്സ് അഗൻസ്റ്റ് ആലുവ, 229 കേസ് മൂന്നാറ്, തൃശ്ശൂർ 2158, കൽപ്പറ്റ 327. ഇത് താൻ മൊത്തത്തിലുള്ള കണക്കല്ലേ പറയുന്നത്? അല്ലല്ല, പക്ഷെ ക്രൈംസ് ഇത് മർഡർ അതിനെ ചോദിച്ചത്. അത് കേരളത്തിൽ മൊത്തത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഇവിടെ ഈ സാധനം സംസാരമാകുന്നത് അങ്ങനത്തെ സ്ഥലത്തല്ലല്ലോ. സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഭയങ്കര അഗ്രസീവ് ആവുന്നു, വീട്ടിൽ ഭയങ്കര ടെറർ പരിപാടികളൊക്കെ നടത്തുന്നു, കത്തിയെടുക്കുന്നു, അപ്പനെ കുത്തുന്നു. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട്. ഇപ്പൊ കുറച്ചാൾ മുമ്പ് ഒരു വീഡിയോ ഉണ്ട്, ഓർമ്മയില്ല, കുറെ പിള്ളേർ വട്ടം കൂടി നിന്നിട്ട് ഒരുത്തന്റെ അപ്പനെ അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് ഇതൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയതേ ഉള്ളൂ. പുതിയ സാധനമായിരിക്കും. പിന്നെന്താ പണ്ടുണ്ട്. പണ്ട് കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ കല്ലെറിഞ്ഞ് കൊന്നു, വെള്ളത്തിൽ മുക്കി കൊന്നു, വെട്ടിക്കൊന്നു, തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്ന സാധനം ഇത്. അന്നും ഉണ്ട് വീട്ടിൽ പ്രശ്നം, കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലി കൊല്ലുന്നുണ്ട്. ഇതെല്ലാം മാനസിക പ്രശ്നമുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ്. മനസ്സിലായോ? അതെന്ന് വെച്ചാൽ അങ്ങനത്തെ സൈക്യാട്രിക് ഇഷ്യൂസ് ഒന്നും തന്നെ ഈ നമ്മുടെ നാട്ടിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് പോലീസിന്റെ വീഴ്ചയാണോ, എക്സൈസിന്റെ വീഴ്ചയാണോ, അതോ സാമൂഹിക സുരക്ഷയുടെ വീഴ്ചയാണോ? ഇത് അവരുടെ വീഴ്ച അല്ല, ഇത് ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ചയാണ്. വീണ ജോർജ് എന്നൊക്കെ പറഞ്ഞ് മന്ത്രിയൊക്കെ ഇരിപ്പുണ്ട്. ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന സാധനം അവർക്ക് എന്താണെന്ന് പോലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള സെൻസ് അവർക്ക് ഇല്ലെന്നുള്ളത് അവരുടെ പല പരിപാടികൾ കണ്ടാൽ അറിയാം. മാനസികാരോഗ്യം എന്നുള്ളത് ഇവിടെ അല്ലെങ്കിൽ ഒരു വിഷയമേ ആയിട്ടില്ലല്ലോ. ആവേണ്ട സമയം കഴിഞ്ഞിട്ടും അതാവാത്തതിന്റെ കാരണക്കാരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ്. അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലടോ. ഒരു ന്യൂസ് റീഡർ ഇങ്ങനെ എന്ത് പറയണ്ടേ അവരെ പറ്റി? അത് കുറച്ചെങ്കിലും ചിലപ്പോൾ ഭേദമായിരിക്കും കൂട്ടത്തിൽ എന്നുള്ളതല്ലാതെ വലിയ സംഭവം. ന്യൂസ് റീഡർക്ക് അത് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല. അതൊക്കെ ബോധം ഇവരുടെ ഏരിയ അല്ലല്ലോ അത്. ആരോഗ്യ സുരക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ. മറ്റേ ടീച്ചറും പോരാ പറയുന്നതാണല്ലോ. അവർ പിന്നെ കുറച്ചൊക്കെ നടപടി എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി കാണിക്കും, കുറച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇച്ചിരി അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവർക്ക് അതും ഇല്ല. ഇവരുടെ പരാജയങ്ങളൊക്കെ ഇവര് മറ്റേ ഡോക്ടർ ചീത്ത വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത മണ്ടത്തെ പരിപാടിയാണ് കാണിച്ചേക്കുന്നത്. പൊട്ടത്തരം, ഒന്നിനും കൊള്ളത്തില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഇവരുടെ പരിപാടി. ഈ വീണ ജോർജ് പോരാ. അവർക്കറിയത്തില്ല ഈ മെന്റൽ ഹെൽത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇത് കൊല്ലം കുറേ നടക്കുന്നുണ്ട്. ജോർജ് മാത്രമല്ലല്ലോ, ഇവിടെ പൊതുവില് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ കണ്ടീഷൻ. ഇപ്പൊ ഇത്രയും MDMA കുറ്റം പറയുന്നുണ്ടല്ലോ ഇവരെന്തുകൊണ്ട് MDMA ഡ്രഗ്സിന്റെ മണ്ടക്കോട്ട് എടുത്ത് വെക്കുന്നത്? ഇത് മെന്റൽ ഹെൽത്ത് വെക്കാതെ ഇതെടുത്ത് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇത് പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ പരിപാടിയാക്കി. ഇത് ഭയങ്കര എന്തോ വാർ അഗൻസ്റ്റ് ഡ്രഗ്. നേരത്തെ മദ്യപാനം ആയിരുന്നു, മദ്യപാനം
ജപനമാണടോ മനസ്സിനൊരാനന്ദം, രണ്ടു തുള്ളികളിൽ ചെന്നാൽ സ്വർഗരാജ്യമാണടോ, സ്വർഗലോകമാണടോ. അന്ന് മദ്യം വിഷമാണ്, മദ്യം കുടിക്കരുത്, വിൽക്കരുത്, ഉണ്ടാക്കരുത്, ഒലിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം അറിയണം. മദ്യവിരുദ്ധ റാലി, മദ്യത്തിന് ഭയങ്കര പ്രശ്നമാണ്, മദ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. അന്ന് ഈ പറഞ്ഞ കഞ്ചാവ് ഒന്നും ആരും അടിക്കുന്നില്ല. ഷാപ്പ് കൂട്ടണം. മദ്യത്തിന്റെ മറ്റേതൊരു നടന്നു ഇവിടെ, മദ്യത്തിന്റെ എന്താണ് വിഷമദ്യം, ദുരന്തം. ഇനിയിപ്പോ MDMA ദുരന്തം വല്ലതും ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എല്ലാവരും സൂക്ഷിച്ചടിച്ചു കേട്ടോ. ഒരു ദിവസം ഒരു MDMA ദുരന്തം നടക്കും. അന്ന് അടിക്കുന്നവരൊക്കെയാണ് ഇങ്ങനെ ഇരിക്കും. പിന്നെ മനസ്സിലായോ? അത് നടക്കാൻ പോകുന്നൊരു ദുരന്തങ്ങളിൽ ഒന്നാ. കേരളം ആയതുകൊണ്ടൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. മദ്യത്തിന് ലോകത്തെങ്ങും ദുരന്തം നടന്നിട്ടില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇമാതിരി പരിപാടികൾ അവതരിപ്പിക്കുന്ന ആൾക്കാരോടുണ്ട്, വലിയ ആൾക്കാരാ. അവരൊക്കെ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാവപ്പെട്ട കുറേ ആൾക്കാർ മരിക്കും, കണ്ണടിച്ചു പോകും. അതുപോലെ ഇപ്പം നടക്കുന്ന ഒരു MDMA ദുരന്തം നടക്കുന്നുണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡ്രഗ്സിനെ മണ്ടക്കോട്ട് എടുത്ത് അങ്ങ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് കള്ളിനെ മണ്ടയ്ക്ക് വെച്ചതുപോലെ അതിനു മുമ്പ് എന്ത് വന്നത് ഇവിടെ അന്ന് പിന്നെ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരിക്കുമല്ലോ. ഇവിടുത്തെ സൊസൈറ്റി ഒന്നും ആയിട്ടില്ല, സ്വാതന്ത്ര്യം കിട്ടിയിട്ടല്ലേ ഉള്ളൂ. അവർക്ക് വലിയൊരു ശത്രു ആണല്ലോ മെയിൻ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നമ്മുടെ സൊസൈറ്റി ആദ്യം കണ്ടെത്തിയ നമ്മുടെ സൊസൈറ്റിയുടെ ദുരന്തം എന്ന് പറയുന്നത് മദ്യമാ. ഇവിടെ ഉള്ളവന് ഈ മദ്യം കൊണ്ടുവന്നത് ഇവിടെ എന്നാ ഈ ലിക്കർ കണ്ടത്? ഇമാര് ബ്രിട്ടീഷുകാരൊക്കെ എന്തുകൊണ്ടടിക്കുന്ന സാധനമാണ് ഇത്, മനസ്സിലായത് എനിക്ക്. ഇവിടെ തെങ്ങുകളിൽ ഞാൻ കുടിച്ചിട്ടില്ല, എന്തിനും കിക്കാവോ? ഇതൊക്കെ കുടിച്ച് കിക്കായി നമ്മമാരാ ഇവിടെ ഉള്ളവര്. അത്രയ്ക്കും വീക്കായിട്ടുള്ള മനുഷ്യര്. ഇതിന്റെയൊക്കെ കിക്കിപ്പം നമുക്കൊന്നും കിട്ടാത്തതിന്റെ കാരണം നമ്മളൊക്കെ ഹെൽത്തി ആയതുകൊണ്ട് അവരെക്കാളും പട്ടിണിയല്ലേടോ. പണ്ട് പഴയ സിനിമ വരെ കള്ളു കുടിച്ചിട്ട് എന്തോ വീട്ടിൽ വന്ന് ഭാര്യ ഇടിച്ച് കള്ളു കുടിക്കുന്നതുകൊണ്ട് അത് ഷാപ്പ് ഭയങ്കര നോട്ടോറിയസ് ഏരിയ ആണ്. ഈ കള്ളു കുടിച്ചാൽ എന്തെങ്കിലും ആവൂ? നിങ്ങൾക്ക് പോയി കള്ളു കുടിച്ചു നോക്കി. ഈ തെങ്ങൻ കള്ളം ഇമാര് കുടിച്ചിട്ട് നീ അറിഞ്ഞ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, തുറന്നിട്ട് എന്നാ മൂഞ്ചാനാന്ന് ചോദിക്കും ഇപ്പോഴത്തെ പിള്ളേര് അല്ലേ. 1000 ലൈനുകൾ അടിക്കുന്നുണ്ട്. ഇപ്പഴാണ് ആ മോഹൻലാൽ പാട്ട് പാടുവോ? ഇപ്പോഴത്തെ പിള്ളേർ പാടുന്നതിന് കുഴപ്പം. ഇപ്പൊ എല്ലാം ഡ്രഗ്സ് ആണ്. മോഹൻലാലിന്റെ സിനിമയിലൊക്കെ മറ്റേ കള്ളും മമ്മൂട്ടി മോഹൻലാലും അടിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ വേണ്ട പിള്ളേരാണ്ട് ഇപ്പോഴത്തെ സാധനം കാണിച്ചത്. അന്നത്തെ സാധനം അന്ന് അത് കള്ളുഷാപ്പ് അന്ന് വലിയ ദുരന്തമായിരുന്നു. അത് കാണിച്ചവന്മാരാ ഇവന്മാർ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ന്യൂ ജനറേഷൻ വരുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ കാണിക്കുന്ന സിനിമയ്ക്കകത്ത് അതിനകത്ത് ഇവന്മാർ അടിക്കുന്നവരും കാണും ചിലപ്പോ. ഇപ്പോഴത്തെ മനുഷ്യർക്കുണ്ടല്ലോ ഈ കള്ളു കുടിച്ചൊന്നും ആകത്തില്ല. ഇവർക്ക് സ്കിബിഡി എന്താണെന്നൊന്നും അറിയില്ല. സ്കിബിഡി അറിയത്തില്ല, സെസ് അറിയത്തില്ല, റിസ് അറിയത്തില്ല, ഒന്നും അറിയില്ലടോ. സാധനം അറിയില്ല, ഇതൊന്നും അവർ അറിഞ്ഞിട്ട് പോലില്ല. അത് പോട്ടെ, ഞാൻ പറയുവാ എടോ ഈ കള്ളു കുടിച്ച് ഇപ്പോൾ എല്ലാവരും പോയി പെണ്ണുങ്ങളൊക്കെ ചുമ്മാ കുടിച്ചിട്ട് ഇതാണോ കള്ളെന്നൊക്കെ ചോദിക്കും. പക്ഷെ പഴയ കള്ളെന്ന് പറഞ്ഞാൽ ഇതല്ല. കള്ളൊക്കെ തന്നെയാണ്. പക്ഷെ ആൾക്കാർ മോഡി പറഞ്ഞതുപോലെ വീക്കായിരുന്നു. എടോ ഈ കഞ്ഞിയും പയറും ഒക്കെ ഉള്ളല്ലോ, ഇതൊക്കെ കഴിക്കുന്നവന് കള്ളു കുടിച്ചാൽ പോരെ, അവൻ വീക്ക്, അവൻ തളർന്നു പോവും അടിച്ചു കഴിയുമ്പോൾ. ഇപ്പോൾ ഉള്ളവർ നല്ല ഫുഡൊക്കെ കഴിച്ചേക്കുന്നത് കൊണ്ട് കുറേയൊക്കെ ചിക്കനും മറ്റേ KFC ഒക്കെ കഴിച്ചിട്ട് കള്ളു കുടിച്ചാൽ എഫക്റ്റ് ചെയ്യൂ. ഫാറ്റൊക്കെ ആട്ടിച്ചിരിക്കും എല്ലാത്തിനും നേരത്ത്. ഓരോരുത്തരും ആരോഗ്യം ഉണ്ട് ആളുകൾക്ക് പഴയതിനേക്കാളും. ഹെൽത്തിയാ. പണി എടുത്തുന്ന കാര്യമൊന്നുമില്ല, പണിയൊക്കെ കഷ്ടപ്പെട്ട് തന്നെ അന്നുള്ളവർ എടുത്തോണ്ടിരുന്നു. അതുകൊണ്ട് ഈ കള്ളയിലൊക്കെ പിടിക്കുന്നത്. ഇപ്പൊ കള്ളു മദ്യം അടിച്ചാൽ ഇത്ര പേർക്ക് ഇത്ര ഭയങ്കര കിക്ക് കാണിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. ഇപ്പോഴത്തെ ആളുകൾ ഈ പറഞ്ഞ പോലത്തെ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കും. പക്ഷേ അന്നും കുടുംബം കൊളന്നുകൊണ്ടിട്ടുണ്ട് മദ്യം, കള്ള്. ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് പേരുടെ ആത്മഹത്യ, ഒരുപാട് കൊലപാതകങ്ങൾ. അന്നൊക്കെയുള്ള കൊലപാതകം എന്തിനു അവസാനമായപ്പോൾ സോഷ്യൽ മീഡിയ വരെ മദ്യലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരുന്നവന്മാരുള്ള നാടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പൊ ഏകദേശം 10 വർഷമായിട്ടില്ല, അതിന്റെ ഉള്ളില് ഒരു 7 വർഷമായിട്ടുള്ളൂ ഈ മദ്യലഹരിയിലുള്ള വീഡിയോ നിർത്തിയിട്ട്. അതുവരെ എല്ലാം മദ്യലഹരിക്കാരാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ MDMA ലഹരിക്കാർ വന്നേക്കുന്നത് അധികം ആയിട്ടില്ല. സോഷ്യൽ മീഡിയ മൊത്തം കേരളം കണ്ടപ്പോഴും ഈ സാധനം ഇല്ല. അവിടെ മദ്യലഹരി ഇങ്ങനെ നിൽക്കും. ഞാൻ മദ്യലഹരിയിലായിരുന്നു. മോഡിയെ പറ്റി പറഞ്ഞാൽ ശരിയായില്ല, പിണറായി വിജയനെ പറ്റി പറഞ്ഞാൽ ശരിയായില്ല. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയ ഒരു സമയം ഓർമ്മയുണ്ടോ? വന്ന സമയം, ക്ലബ് ഹൗസ് വന്ന സമയത്ത് ഇതിങ്ങനെ റെഡിയായി വരുവാണ്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കള്ളുകൂടിയന്മാർ ഇതിനകത്തോട്ട് വരാൻ വേണ്ടി.
കള്ളുകുടിയന്മാർ വന്ന് ഇപ്പൊ പരിപാടി മാറി. അവരൊക്കെ ടേക്ക് ഓവർ ചെയ്യണം. പിന്നെ അവിടെ അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് വരുന്നു, അവരെന്തൊക്കെയോ പറയുന്നു, അവര് പോകുന്നു. എന്താ നടന്നതെന്നുള്ള ഒന്നും വിഷയമല്ല. ആ ടീം ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അവര് മനസ്സിലാണ്ടോ, അവര് ഈ സമൂഹത്തിൽ ആവശ്യമുള്ളവരായിരുന്നു. പക്ഷെ അവര് ഇപ്പൊ അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളില്ല. കുറെ പേരൊക്കെ ഇവിടുന്ന് മറ്റേ കാനഡയിലോട്ടും മറ്റേ UK ഒക്കെ പോയിട്ടുണ്ട് കുറെ ആൾക്കാരെ. ഇതിനകത്ത് ഭൂരിഭാഗം ടീമുകളും അവിടെയാണ് ഇപ്പൊ. വെള്ളമടിക്കാരോ എല്ലാരും ഉണ്ടോ അവിടെ? വെള്ളമടിക്കാര്, ചപ്പടിക്കാരൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. പിന്നെ ക്രൈം റേറ്റ്സ് അക്രോസ് ഇന്ത്യ ഇൻ 2021 ബൈ മേജർ സിറ്റീസ്. ഡൽഹി 1859, 2021 സൂററ്റ് 1675, കൊച്ചി 1603.7. നമ്മുടെ കൊച്ചിട്ടാണ് ക്രൈം റേറ്റ്സ് അക്രോസ് ഇന്ത്യ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ബാക്കി കിടക്കുന്ന ഇപ്പം ചെന്നൈ സിറ്റിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കോയമ്പത്തൂർ, ലക്നൗ, കോഴിക്കോട് 515, മുംബൈ 428 ഉള്ളെന്ന്. അതെന്തോ കുഴപ്പമുണ്ട്. അപ്പൊ അതാ പറഞ്ഞത്, ഇത് റിപ്പോർട്ട് ചെയ്യത്തില്ല. സാധനം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു റിപ്പോർട്ട് ആവണല്ലോ. അവിടെ കൊണ്ട് കൊടുത്താൽ എടുക്കുന്നത്. ഇവിടെ തൊട്ട റിപ്പോർട്ട് ആവും, പക്ഷെ റിപ്പോർട്ട് ആവുന്നുള്ളൂ. പക്ഷെ വേറെ കാര്യമൊന്നും ഉണ്ടാവും. ഇവിടെ ചുമ്മാ റിപ്പോർട്ട് ഉണ്ടാക്കി കൂട്ടും. ഇത്രയായി ഞങ്ങൾ ഭയങ്കര പ്രശ്നത്തിലാണ്. തിരുവനന്തപുരം സിറ്റി 29, 99. ആലപ്പുഴയിൽ ഭയങ്കര ക്രൈം റേറ്റ് കൂടുതലാണല്ലോ. തിരുവനന്തപുരം റൂറൽ 90. ആലപ്പുഴയിൽ എന്തോ പ്രശ്നം? ആലപ്പുഴക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആലപ്പുഴയ്ക്ക് പ്രശ്നമുണ്ടല്ലേ, കുറെ വാറ്റ് കേന്ദ്രങ്ങളുണ്ടെന്ന് തോന്നുന്നു ആലപ്പുഴ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഈ ക്രൈംസ് ഒന്നും ഡ്രഗ്സിന്റെ ഉണ്ടെങ്കിലോ മദ്യത്തിന്റെ മുകളിലോ അല്ലെങ്കിൽ വേണ്ട, ഈ മദ്യവും MDMA അല്ല വേണ്ട കഞ്ചാവോ, ഇതുങ്ങളെല്ലാം കൂടെ ചെയ്ത ക്രൈം, പൊളിറ്റിക്കൽ ക്രൈംസ്, റിലീജിയസ് ക്രൈംസ്, ഡ്രഗ് ക്രൈംസ്, ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം കൊന്ന ആൾക്കാരുടെ എണ്ണൊക്കെ വെച്ച് നോക്കിയാൽ കലാപത്തിലൊക്കെ മരിച്ചെടുത്തൊന്നും വരുന്നില്ല അല്ലേ? ഇതിപ്പോ ഒരു പ്രശ്നം, ഇതിങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഈ മകൻ ഈ എത്ര പറയും, ഒരു 25 വയസ്സിനൊക്കെ ഉള്ളിലുള്ളവര് ഭയങ്കര വേറൊരു പരിപാടി കാണിക്കുന്നത് ഇത് പുറത്ത് വരുന്നത് കൊണ്ട് കൂടിയായിരിക്കും. മേ ബി ഇത് പണ്ടുണ്ട്, മുമ്പ് നടക്കുന്നുണ്ടായിരുന്നിരിക്കാം മേ ബി. പിന്നെ എങ്ങനെ ജുവനൈൽ സാധനം ഉണ്ടാകുന്നത്? അത് ശരിയാണ്. ഇതൊക്കെ എത്ര വർഷം മുമ്പ് ഇവിടെ ജുവനൈൽ ഹോംസ് ഉണ്ട്, ജുവനൈൽ ജസ്റ്റിസ് വേറെ, ഇതെല്ലാം നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറേ. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ആളുകളായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ഒരു 3 മാസമായിട്ടുള്ളൂ ഇത്തരം ന്യൂസുകൾ. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് എന്തോത്തെ കയറി കാണിക്കണമെന്ന് അറിയാതിരുന്നതിന്റെ എന്തോ പ്രശ്നം പിടിച്ച പരിപാടിയായി നടക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറെ സാധനം വന്നു. അത് കഴിഞ്ഞപ്പോൾ മീഡിയ കൊണ്ടുവരുന്ന സാധനമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ക്രൈംസ്. മീഡിയ ആദ്യം മുതല് എന്താ കാര്യം ഞാൻ പറയാം, ഏഷ്യാനെറ്റൊക്കെ ഫേക്ക് ഒരു സാധനമൊക്കെ ചെയ്തായിരുന്നു. അതായത് അങ്ങനെ ഒരു സാധനമൊക്കെ ചെയ്തായിരുന്നു. സാധനം ഓർക്കുന്നുണ്ടോ? അതായത് ഒരു പെങ്കൊച്ച് എന്തോ MDMA ഉപയോഗിച്ച് എന്തോ ഒരു പ്രശ്നത്തിലായിട്ട് അവളുടെ ആരാണ്ടൊക്കെ അവളെ കൊടുത്തത് ആരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സ്റ്റോറി, കള്ളത്തരം പറഞ്ഞ സ്റ്റോറി അങ്ങ് ചെയ്തു. മനസ്സിലായോ? ഇവര് ഭയങ്കര ഉടായിപ്പിച്ച ഒരു പരിപാടി അങ്ങ് അവതരിപ്പിച്ചു ഇവിടെ. അപ്പൊ അതെന്തോ കേസൊക്കെ ആയിരുന്നു, പിന്നെന്തായെന്നൊന്നും അറിയൊന്നുമില്ല. അപ്പൊ അങ്ങനത്തെ പരിപാടിയൊക്കെ ഇവര് നടത്തുന്നത്. ഇവര് എന്തോ ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലാവണല്ലോ. ഇവിടെ ഇങ്ങനെയൊക്കെ ന്യൂസ് ഉണ്ടാക്കുന്ന ന്യൂസ് വേണമല്ലോ. അതിന് കാരണമുണ്ട്. എന്നറിയോ, നമ്മൾ ഈ ന്യൂസ് ചാനൽ എന്ന് പറയുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഏകദേശം ഒരു 8 വർഷത്തോളം ആയിട്ടുണ്ട്. കാരണം ഞാൻ അന്നൊരു വീഡിയോ ഇടുന്നുണ്ട്, ഈ ന്യൂസ് ചാനൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ട്. മറ്റേ ഐഡിയ സ്റ്റാർ സിംഗറും ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രത്യേക എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ് ന്യൂസ്. രാവിലെ തൊട്ട് ഇതും കണ്ട് അഡിക്റ്റ് ആയ ആൾക്കാരുണ്ട്. സീരിയൽ പോലെയും സ്റ്റാർ സിംഗർ പോലെ അല്ല ബിഗ് ബോസ് പോലെ ന്യൂസ്, അത്രേ ഉള്ളൂ. ഈ TV എന്ന് വരുന്ന സാധനം അധികം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. TV പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ നിലവാരം കുറഞ്ഞൊരു പ്രത്യേകതരം പരിപാടിയാണ്. അത് വാർത്തയ്ക്ക് ആ പ്രശ്നം വന്നിട്ടുണ്ട്. ആദ്യം ദൂരദർശനൊക്കെ മര്യാദയ്ക്ക് വാർത്ത വായിച്ച് പോകാമെന്ന്. പക്ഷേ ഇവന്മാർ കോമ്പറ്റീഷൻ വന്നപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കുറേ ചാനലിങ് വരിക. ഇവരെല്ലാം കൂടി ചുമ്മാ ഇടയ്ക്ക് കാണിക്കുക. മനസ്സിലായി? ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനം കാണിക്കുന്ന പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിടയ്ക്ക് താൻ നോക്കിയാൽ മനസ്സിലാവും, പെണ്ണ് കേസ് എല്ലാം പെണ്ണുങ്ങൾ അത് ഏതോ അത് വന്നു അവിടെ പിടിച്ച് അങ്ങോട്ട് കൊണ്ട് ഇതാക്കി മറ്റാക്കി മാണിപ്പം ഇത് ഒരു സമയത്ത് ഇങ്ങനെ ട്രെൻഡിങ് ആവും. ആ സമയത്ത് ഇതായിരിക്കും വിഷയം. പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കിന് ഈ രാഷ്ട്രീയക്കാരിങ്ങ് വരും.
ഇലക്ഷന്റെ മറ്റേ സാഹചര്യം ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് എന്തിനാന്ന് അറിയാമോ? അതായത് ഒരു പെണ്ണ് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെണ്ണ് എന്ന് പറയുന്ന സാധനത്തിനകത്തൊരു പെണ്ണ് ലഹരിയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു ക്രൈമായിട്ട് അത് കഴിഞ്ഞു. പക്ഷെ മറ്റേ ഈ കാമുകന് വിഷം കൊടുത്തപ്പോ ചെറുതായിട്ട് പണിപാളി, അതത്ര ഇഷ്ടപ്പെട്ടില്ല. മറ്റേതൊക്കെ ഓക്കെ. ഏത് ഇപ്പൊ പിന്നൊരു കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഇപ്പോഴത്തെ സിനാരിയോയിൽ താൻ എന്താ വിചാരിച്ച് ഇവരിതിടുന്നതിന്റെ കാരണം? ഇവര് ഇതിടുന്നതിന്റെ കാരണം ഇത് ഈ ലൈനിൽ ഓടിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ഒരു ലൈനിലോട്ട് ഇതിനെ ചാനൽ ചെയ്ത് വിടുന്നതായിരിക്കും. എന്തുകൊണ്ടാ? ഹേമ കമ്മിറ്റിയാണോ? അല്ല, ഇപ്പോഴത്തെ സിനിമയും പൊതുവെ ഒരു ടെൻഡൻസി ആൾക്കാർക്കുണ്ട്. ഇവിടെ വയലൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ടീമുണ്ട്. അത് എണ്ണം കൂടുതലാണ്. അത് കൊറിയൻ സിനിമ കണ്ടിട്ടോ ഏതൊക്കെയോ സിനിമ കണ്ടിട്ടോ മാർക്കോ വന്ന് ഹിറ്റായിട്ടും എല്ലാം നടക്കുന്നതിനിടയിൽ മീഡിയയിലോട്ടുകൂടെ ഇത് അങ്ങോട്ട് പോകണം. ഇതിനെ അങ്ങ് ഇട്ടിട്ട് ഭയങ്കര കൊലപാതകവും വെറൈറ്റിയാണ്, ഇത് അങ്ങനെയാണ്, അവിടെ കൊല ഇവിടെ കൊല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അങ്ങ് ഇറക്കി വിടുക. ഒരു ഭീതിയും സൃഷ്ടിക്കുന്നുണ്ട് ഇതിനോടൊപ്പം. പക്ഷേ ആൾക്കാർക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. മനസ്സിലായോ? നേരത്തെ ആണേൽ ഇത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. അധികം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ പിടിക്കത്തില്ല. ഇത് അന്നൊക്കെ ജിഷ ഒന്ന്, ഗോവിന്ദച്ചാമി വേറൊന്ന്, അങ്ങനെ ഇടയ്ക്കൊക്കെയാണ്. ഇതിപ്പോൾ കണ്ടിന്യൂസ് ഒരു സീസണായത്. ഇനി അടുത്ത സീസൺ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇത് കൂടുതൽ കാണിക്കുന്നതിന് കാരണം ഇവിടെ ഒരുപാട് തട്ടിപ്പുകളെന്നു കോടിക്കണക്കിന് രൂപ ആൾക്കാരുടെ പോയിട്ടുണ്ട്. പലതരം തട്ടിപ്പുകളുടെ ഫോൺ കോളാണ് നമ്മൾ കേൾക്കുന്നത്. ഫോൺ എടുക്കുമ്പോൾ ജഡ്ജി വിളിച്ചാലും പോലീസ് വിളിച്ചാലും നിങ്ങൾ ഫോൺ എടുക്കണ്ട, അവർ പൈസ ചോദിച്ചാലോ നിങ്ങൾ കുറ്റകൃത്യം ചെയ്തെന്ന് പറഞ്ഞാലോ ഒന്നും നിങ്ങൾ പൈസ അടയ്ക്കരുത്, OTP പറഞ്ഞു കൊടുക്കരുത്, ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നില്ലേ? അത് അതിനെപ്പറ്റി വാർത്തയൊന്നും ഇതാ വാർത്ത വല്ലതും കണ്ടോ? അതിൻ്റെ ഒരു വാർത്തയ്ക്കകത്ത് ഇവർ ചർച്ചയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് ഈ ഫോൺ കോള് എല്ലാ ദിവസവും 24 മണിക്കൂർ നമ്മൾ കേട്ടോണ്ടിരിക്കാൻ വേണേ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കോൾ ഉള്ളവരാണ് വിളിക്കുമ്പോൾ ഈ മൈര് കേൾക്കേണ്ടി വരും. അത് കേട്ടോണ്ടിരിക്കുന്നത് എന്താണ്, എവിടെയാണ്, എന്തൊക്കെയാണ് നടന്നതെന്ന് ഏതെങ്കിലും വാർത്താ ചാനൽ ഡിസ്കഷൻ കണ്ടോ? യൂട്യൂബർ പോലും പറയത്തില്ല. ആർക്കും അറിയത്തില്ല എന്താ നടക്കുന്നത്. ക്രൈം ഈ പൊട്ടന്മാരുടെ പേജുണ്ട് പോലീസിന്റെ, അതിനകത്ത് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇന്ന പോലത്തെ ക്രൈം നടന്നു, അല്ല അത് പിടിച്ചു, ഇതിനെ എങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങൾ കാണിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് അവർക്ക് പറ്റിക്കപ്പെട്ടവരുടെ ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് കുറേ പരിപാടികളൊന്നും ഇവരുടെ ഫേസ്ബുക്ക് പേജിലൊന്നും അങ്ങനെ നടക്കുന്നില്ല. ക്യാമ്പയിൻ ഇമാരെന്തോ ചെറിയ നമ്പറൊക്കെ കാണിക്കുന്ന ഞാൻ കണ്ടു. പക്ഷെ കൂടുതലും നടക്കുന്ന ഈ പരിപാടിയുടെ കുറേല് ഇതൊക്കെ തന്നെയാണ്. കോടിക്കണക്കിന് പൈസ പോയിട്ടുണ്ട് ഇവിടുന്ന്, പലരുടെയും കാശ് പൊട്ടിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പല വാർത്തകൾക്കും വലിയ രസമൊന്നുമില്ല. ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയ്ക്ക് ഈ സാധനം ഓടിക്കുന്നത്. പിന്നെ മറ്റേ കേസുകൾ ഈ എന്താ പറയുക, ഹേമ കമ്മിറ്റി പോലത്തെ കുറേ സാധനം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹേമ കമ്മിറ്റിയുടെ അത്രേ പറ്റത്തുള്ളൂ. ഇവിടെ ഉള്ളവർക്ക് വലിയ താല്പര്യമില്ല. പെണ്ണ് മാറ്റിയിട്ട് ക്രൈമെ കൊണ്ടുവന്ന് ജീവൻ അപായമുള്ള രീതിയിലാക്കി വെച്ചു. നീ ഇനി ബലാത്സംഗം ചെയ്താലൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിടി കിട്ടിയോ? തന്നെ ആയാലും പീഡിപ്പിച്ചെന്നോ പെണ്ണുങ്ങൾ അങ്ങനെ ആയിരുന്നു ഇനി നടക്കാറ്റില്ല. അതിലും വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതാണ് കൊച്ചെ ഇതും കൊണ്ട് വരുന്നതെന്ന് ചോദിക്കും. മനസ്സിലായോ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിനെ അങ്ങോട്ടങ്ങ് മാറ്റിയേക്ക് വിടും. ഹെവി ക്രൈം, അതും എല്ലാം വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടി ആ വീട്ടിൽ തല്ലിക്കൊന്നിട്ടേക്കുന്ന കാണണം, അടിപൊളിയാ. എല്ലാ കൊലപാതകവും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മളിപ്പോൾ ഒരുത്തും വന്ന് തല്ലി കുത്തി കൊന്നു ഞാൻ എന്തോ കാണുന്നത്, കുറേ ചോര ഒലിച്ചല്ലേ മനുഷ്യന് മരിക്കത്തുള്ളൂ. വേറെ എത്ര ഒലിക്കുമ്പോഴാണ് മരിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ സുഖമായിട്ട് കിടന്ന് മരിക്കത്തൊന്നുമില്ല. നമ്മൾ വായിക്കുമ്പോൾ വലിയ സുഖം കിട്ടത്തില്ല, തലയ്ക്ക് അടിച്ചു പോകുന്നു. എന്ത് പക്ഷെ ഇത് കാണുമ്പോൾ ആ സീനോട് ഇനി CCTV കാണാൻ തുടങ്ങുമ്പോഴാണ് ആൾക്കാർ വേറെ രീതിയിൽ പേടിക്കാൻ തുടങ്ങുന്നത്. ഇനി ഇതിന്റെ വിഷ്വൽസ് കിട്ടാൻ തുടങ്ങും. ചില വേറെ ഏരിയകളിൽ കൊല്ലുമല്ലോ, ക്യാമറ ഒക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ മുന്നിലിട്ടൊക്കെ കൊല്ലാൻ തുടങ്ങും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇത് കാണും. എന്തോ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ കൊലപാതകം. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് 20 വർഷമായിട്ടും ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ചുമ്മാ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുവന്നു ആണെന്നേ. അതിന് മുമ്പാണ് ഇമാര് വെട്ടി കൊല്ലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. വാളും പരിചയമായിട്ട് പോപ്പുലേഷൻ ഒന്നും കൂടാൻ സമ്മതിച്ചിട്ടേ ഇല്ല. മനസ്സിലായോ? കൊന്നിരിക്കും അങ്ങനെ കുറെ എണ്ണം. പിന്നെ ഇത് കഴിഞ്ഞ് വന്നപ്പോൾ എന്തോ നടക്കുന്നത്, ഇമാര് വർഗീയ കലാപം, ഈ പറഞ്ഞ ജാതി മതം പറഞ്ഞ് അടിച്ച് തല്ലി മരിച്ചവരുടെ അത്രയൊന്നും വന്നിട്ടില്ല. MDMA ഒന്നും. ഇവിടെ രാഷ്ട്രീയ കൊലപാതകം ട്രെൻഡിങ് ആകുന്നൊരു സമയത്ത്, രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഒരു സമയം തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞില്ലേ? അപ്പൊ ഇപ്പൊ ഇതിനെ അന്ന് ഇത് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. അന്നാന്ന് ഈ പയ്യൻ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവന് രാഷ്ട്രീയത്തിൽ ഇറങ്ങി കൊല്ലാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇന്ന് അവനതില്ല. അവൻ എന്ത് ചെയ്യും? അവനോട് പോകും കൊല്ലാൻ.
അല്ലേ? ശരിയല്ലേ? അതിനു മുമ്പ് അല്ലേ പിന്നെ അവന് വർഗീയ കൊലപാതകം സാധിക്കുക. ഇപ്പൊ അതിനും ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തയ്യാറല്ല. അവന് വേണേ ജോസഫ് മാഷിനെ കൈവെട്ടാൻ പോകാമായിരുന്നല്ലോ, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി അയാളെ കൈവെട്ടാം. അയാൾ വേറെ ആർക്കെങ്കിലും ഒക്കെ പള്ളി പൊളിക്കാൻ പോവാം. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അത് ഓരോ ജാതി വെച്ചിട്ട് ഞാനിപ്പോ ഇങ്ങനെ ഒരു പത്രം മേടിച്ചു വിൽക്കാം അത് വിഴുങ്ങാം, അത് വെച്ച് കിടക്കാം, അത് ആസനത്തിൽ തിരികെ കയറ്റി പൈസ മാറ്റാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇന്നത് പറ്റാതെ വന്നപ്പോ കുട്ടികൾക്ക് ക്രൈം ചെയ്യാനുള്ള അവസരം ഇല്ലാണ്ടായി. അപ്പൊ അവർ വീട്ടിൽ ചെയ്യാൻ അവരോട് പോകും. അവർ വീട്ടിൽ ചെയ്യും. നേരത്തേക്കാണ് കോളേജ് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അവസരങ്ങളുണ്ടാകും. തമ്മിത്തെല്ലാം, കോളേജിനുള്ള പിള്ളേരെ വെട്ടിക്കൊല്ലാം. ഇപ്പൊ റാഗിങ് തിരിച്ചു വരുന്നത് താൻ ശ്രദ്ധിച്ചോ? ഇവിടെ വയലൻസിന് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ആ വയലൻസ് ഉള്ള ന്യൂസ് എല്ലാം കൂടെ അവിടെ കിട്ടി ന്യൂ ജനറേഷൻ പിള്ളേരെ ഇത് കാണിക്കുക. ഇവിടെ ഭയങ്കര അടി, അവിടെ കൊലപാതകമാണ്, ഇവിടെ എല്ലാ ദിവസവും 2 കൊലപാതകം റിപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്തോടാ ഇത്, ഭയങ്കര നാട് എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നു. എടോ, ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു 3-4 കൊലപാതകം കണ്ടിട്ടുണ്ട്. ഒരു കുറച്ച് ആള് ഈ നാട്ടിലുള്ള 3-4 വെച്ചാൽ ഒരു വർഷം ഒരു 3 ഞാൻ കാണും. അറിയും അവിടെ കൊന്നു, ഇവിടെ കൊന്നു, എനിക്ക് പരിചയമുള്ളവനെ കൊന്നു, ട്രാക്കെ കൊണ്ടിട്ടു, പിന്നെ ഇത് കത്തിച്ചു കൊണ്ടിട്ടു, ഇങ്ങനെയുള്ള സംഭവങ്ങളുള്ള പല കൊലപാതകങ്ങളും നടക്കുമല്ലോ നാട്ടിൽ. അവിടെ ഇവിടെയൊക്കെ നടന്നായിട്ട് ഒരു റേഞ്ചിൽ നമുക്ക് എല്ലാ ദിവസവും കേൾക്കാം. അവിടെ ഒരു വെട്ടിക്കൊല നടന്നു, ഇവിടെ ഒരു വെട്ടിക്കൊല നടന്നു. ഇതൊക്കെ എന്നും ഉണ്ട്. പിന്നെ ഇപ്പൊ ആ പോപ്പുലേഷൻ അല്ല, അതിൽ കൂടുതൽ ആളും കൂടി. പോരാത്തതിന് കേരളത്തിൽ ബംഗാളികളും വന്നു. കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ മലയാളികളുടെ പോപ്പുലേഷൻ മാത്രമാണ് കേരളത്തിലുള്ള. ബംഗാളികൾ അത്രയും തന്നെ ആയിട്ടുണ്ട്. അതിന്റെ കൊലപാതകങ്ങൾ കണ്ടില്ലേ? ബംഗാളിയുടെ കൊച്ചിനെ കയറി കൊന്നു, ഒരു ബംഗാളി ഒരു പെണ്ണിനെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട് ഏതോ ഒരുത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു മഹാമണ്ഡലമാണ്. ഇവിടുത്തെ പോലീസുകാരെന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇവരിപ്പോ വേണ്ടടുത്തല്ല ഈ പ്രയോഗിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവർ ചെയ്യുന്ന ജോലി അവർക്ക് അറിയാത്ത പോലെയൊക്കെ അവർ ഇടപെടുന്നത്. എങ്ങനെ ശരിയാവും? അവനെ ഒന്നും ഇപ്പൊ ആർക്കും വേണ്ടെന്നേ. ബാലനെ ഒരു കൊലപാതകം ചെയ്യും, അപ്പോഴേ അറിയത്തുള്ളൂ എല്ലാവരും. അതുവരെ വെച്ചോണ്ടിരിക്കും. ഏതെങ്കിലും എടുത്തൊരു പണി കാണിക്കുക, അതുവരെ ഇവനെ വെച്ചോണ്ടിരിക്കും. ഒരു കുഴപ്പമില്ലാത്ത ഏതോ ഒരു ആരെങ്കിലും ഒരുത്തം മരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, ഇവിടെ പ്രത്യേകിച്ച് കൂടിയിട്ടൊന്നും ഇല്ല ഒന്നും. 2 വർഷം മുമ്പ് നടന്ന ക്രൈംസ് എനിക്കറിയാം, ഇതുപോലെ തന്നെ ഭയങ്കര ഹൈ റേറ്റിംഗ് പൊക്കൊണ്ടേയിരിക്കുക. ആരോഗ്യവകുപ്പിന്റെ ഏരിയയിലുള്ള പരിപാടിയാണ് താൻ പറയുന്നത് അല്ലേ? ആ മാനസികാരോഗ്യം ആരോഗ്യ വകുപ്പിലുള്ള വീണ ജോർജിന് മനസ്സിലായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞാൻ ഒരു 5 വർഷം മുമ്പ് പറഞ്ഞിട്ട് പോലും ഇവർക്ക് ഇത് പിടികിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞതല്ല, MDMA വന്നപ്പോഴേ ഇതിനുള്ള പണി തുടങ്ങണം. കാരണം ഇവർക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, നിർത്താൻ പറ്റത്തില്ല. ഇവരടിച്ച് കഴിയുമ്പോൾ ഇവർക്ക് അസുഖം വരും. അതിന് വരാതിരിക്കാൻ ബോധവൽക്കരണം വേണം. അടിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇവരെന്തോ അടിക്കുന്നത്, ഏതടിക്കുന്നത്, എഡ്യൂക്കേഷൻ, ഡ്രഗ് എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കണമെന്ന് ഞാൻ ഏകദേശം 5 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ടായി പോകുന്ന. നീ സാധനം അടിച്ചു കഴിയുമ്പോഴും ഇത് ഇവിടെ മാത്രമല്ലല്ലോ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഡ്രഗ്. ഇതിപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഇട്ടാവട്ടത്തിലെ വാർത്തയല്ല, വേറൊന്നും അറിയാത്തവരായിരിക്കും. ഈ പറഞ്ഞ ഒറ്റ മന്ത്രി, എനിക്ക് തോന്നുന്നില്ല വീണ ജോർജ് അമേരിക്കയുടെ സംഭവം പറഞ്ഞത്. മാമി വൈനോസ് എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാൽ ആരാന്ന് ചോദിക്കും അവർ. അതുപോലത്തെ ആൾക്കാരാണ് ഇതൊക്കെ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ സാധനമൊന്നും അറിയുന്നൊന്നുമില്ല. എവിടെ ലോകത്ത് എന്താ നടക്കുന്നതെന്ന് ഇവരറിയത്തില്ല. അങ്ങനെ എല്ലാ ദിവസവും ഈ തീട്ട പരിപാടി കൊണ്ട് നടക്കുക. അപ്പോൾ അവർ ഈ ഡ്രഗ്സിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരിക്കും. ഇവ മെത്തടിച്ചാൽ എങ്ങനെയാണ് അവരെ കണ്ടാൽ അറിയുന്നത്, അല്ലെ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അല്ലെ MDMA അടിച്ചാലുള്ള സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും, കഞ്ചാവ് അടിച്ചാൽ എന്ത് സംഭവിക്കും, ഗൂഗിൾ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ആ ഒരു ഈ സിറ്റുവേഷൻ അവർ കണ്ടിട്ടില്ല. നമ്മൾ ഈ ഫ്ലക്കാർഡ് ഇറക്കുന്ന പറഞ്ഞുകൊണ്ട് പണ്ട് ഓർക്കുന്നുണ്ടോ, ഏതാണ്ട് ഒരു സാധനം കാണിച്ചു സൂംബി ട്രിക്ക് എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നത്. ആ സാധനമൊക്കെ ഇവിടെ വന്നാൽ ഇവർ മിണ്ടായിരിക്കത്തേ ഉള്ളൂ. ഇവർക്ക് പിടിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. എന്നാൽ ഇവർ ടേക്ക് കെയർ ചെയ്യാനുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടോ, അതില്ല.
പോട്ടെ, ഞാൻ പറഞ്ഞില്ലേ കഞ്ചാവ് ബാൻ ചെയ്തുകൊണ്ടൊന്നും ഇത് നിൽക്കുന്നില്ലെന്നുള്ളത് 10-25-30 വർഷമായിട്ട് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. സ്റ്റാർട്ടർ പോലത്തെ ഇതാണോ ഗേറ്റ് വേ ഡ്രഗ്, സോഫ്റ്റ് ഡ്രഗ് കാറ്റഗറി പെടുന്ന, അതൊന്ന് ലീഗലൈസ് ചെയ്താൽ അത്രയും കുഴപ്പം കുറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല ആൾക്കാർ. അതിൻ്റെ പേരിലുള്ള കുറേ വേസ്റ്റ്, വിഷം, ആ വക കാര്യങ്ങൾ അടിക്കൽ നിൽക്കും. അവരവരുടെ വീട്ടിൽ വല്ലതും നാട്ടു വളർത്തി ഇവനൊക്കെ അടിക്കട്ടെ. അതിനെന്തിനാ ഈ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് ഇവർ? അവിടെയൊക്കെ ഈ അബദ്ധം പറ്റിയത്. സൊസൈറ്റി വളരെ മോശമാണ്. ഇവിടെ പിന്നെ ബോധമുള്ള മനുഷ്യർ മാറി നല്ല സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. വേറൊരു കാര്യം എന്താണെന്ന് അറിയോ, ഇവിടെ ഈ മദ്യപാനം ഒരു വിപത്തായി മാറുന്നൊരു സമയമുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ. മനുഷ്യനെ മൃഗമാക്കും മദ്യമേ എന്നും പറഞ്ഞ ആൾക്കാർ ഇറങ്ങുന്നു, പള്ളിക്കാർ വരുന്നു, സമുദായ നേതാക്കളൊക്കെ വന്നിട്ട് ഇതിനെതിരെയൊക്കെ സമരമൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇവിടെ നടത്തി ഒരു എന്താ പറയുക, ഒരു കാലഘട്ടം മുഴുവൻ ഇവർ ഈ പരിപാടി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിന്നത്. ഈ അടുത്ത കാലത്ത് നിന്നത് ഏത് ഉമ്മൻചാണ്ടി വരെ മറ്റേ ബാറ് ഇത് ചെയ്തല്ലോടോ. തനിക്ക് മനസ്സിലായോ? മനസ്സിലായി. ഉമ്മൻചാണ്ടി ബാറ് ഇത് ക്ലോസ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് കള്ളു കുടിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. മനസ്സിലാട്ടോ? ഈ സത്യത്തിൽ ഇവർക്ക് മദ്യപിക്കാൻ ഇവർക്ക് അറിയില്ലല്ലോ. മദ്യപിക്കാന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ മദ്യം മേടിച്ച് കുറേ മദ്യം കുടിക്കുക, അങ്ങ് കുടിച്ച് എണീറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അത് മറ്റേ സിനിമയിലൊക്കെ പറയുന്നുണ്ടല്ലോ, എൻ്റെ കൂടെ മദ്യപിക്കുന്ന ഒരാൾ കാലിന് കയ്യിൽ മസിലും ഇല്ലാതെ പോകണമെന്നോ ഏതാണ്ടൊക്കെ പറയേണ്ട ഉള്ളി. അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഭയങ്കര വാഴ്ത്തപ്പെട്ട സാധനങ്ങളുമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ മദ്യപാനത്തെ ഇവർ നോക്കി കാണുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ഒരു സമൂഹത്തിനകത്ത് പുതിയ വേറൊരു സാധനം വരുന്നു. ഈ സമൂഹത്തിനകത്താണ്. ഈ സമൂഹത്തിന് ഒരു ഉണ്ട അറിയാൻ പാടില്ല, ഒരു തേങ്ങാക്കൊല അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. പഠിപ്പിക്കണതാണ് ആൾക്കാര്. അതെ, അത് ചെയ്തിട്ടില്ല. ഇത് കൊണ്ടുവരുമ്പോ ചെയ്യണ്ടേ? പിന്നെ എന്ത് ഉണ്ടാക്കാനായിരിക്കുന്നേ? മദ്യം ഇവിടെ ഉണ്ടെന്നറിയാം, മദ്യപിക്കാൻ ആൾക്കാർ അറിയാന്ന് വെച്ചാൽ അറിയത്തില്ലെന്നുള്ളതിന്റെ എല്ലാ സൂചനകളും ഇവിടുത്തെ ക്രൈം സീനിന്നും ഇവിടുത്തെ വീടുകളുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിലായി. അവ പറയാം മദ്യം ശരിയല്ല, മദ്യം ബാൻ ചെയ്യണമെന്ന്. വളരെ സിമ്പിൾ. പ്രശ്നം പരിഹരിച്ചില്ല, എല്ലാം തീർന്നല്ലോ. വെള്ള പെയിന്റ് അടിച്ചേക്ക് ആക്സിഡന്റ് അപ്പം നിർത്തുക. വെള്ള പെയിന്റ് അടിച്ച് ആക്സിഡന്റ് കഴിഞ്ഞു. പിന്നെ വണ്ടി ഒന്നും അടിച്ചിട്ടില്ല, ബസ്സൊന്നും അടിക്കുന്നില്ല, നിർത്തി. ബസ് അടിക്കല് നിർത്തിയ പെയിന്റിന്റെ പ്രശ്നമാണ്. ഇത്തിരി മണ്ടത്തരം കാണിക്കുക, ഹെൽമെറ്റ് ഇല്ലാത്തവനെ പിടിക്കുക, സീറ്റ് ബെൽറ്റ് ഇല്ലാത്തവനെ പിടിച്ച് പെറ്റി അടിച്ച് ജീവിക്കുക, പോക്കറ്റ് അടിക്കാരനും പിടിച്ചു പറിക്കാരനും മാത്രമുള്ള പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാരെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. പോലീസുകാർക്ക് അവരുടെ പരിമിതികളുണ്ട്. എന്നുവെച്ചാൽ എല്ലാത്തരം പരിമിതിയും, അറിവില്ലായ്മയുടെ പരിമിതിയും അതുപോലെ തന്നെ കാര്യപ്രാപ്തി ഇല്ലാത്തതിൻ്റെ പരിമിതിയൊക്കെ ഉള്ള ഒരുപാട് പോലീസുകാരോടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലത്തെ മോഹൻലാൽ ഫാൻസും ഇക്ക വിളിച്ച് പറഞ്ഞ പണിയെടുക്കുന്ന മറ്റേ കൈക്കൂലി മേടിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. ഏതോ ആരാന്നൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലും കൈക്കൂലിക്കാരൊക്കെ കൂടി അവതരിപ്പിക്കുന്ന പരിപാടികളാണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാലടയിൽ കൈക്കൂലി മേടിക്കുക, അങ്ങനത്തെ എച്ചികളായ നാറി പോലീസുകാരൊക്കെ ഉള്ളൂ. എനിക്ക് കുറേ എണ്ണത്തിനെ മനസ്സിലായി ഇപ്പോൾ ആരൊക്കെയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നിങ്ങളുടെ നാട്ടിൽ കാണത്തില്ല കൈക്കൂലിക്കാരന് ഒരു നാറി പോലീസ്, ഒരു എച്ചി, ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ കാശ് മേടിച്ചിട്ട് അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ നിൽക്കുന്ന ഊച്ചാളികളെ കണ്ടിട്ടില്ലേ? നക്കാപ്പിച്ച മേടിച്ച് ജീവിക്കുന്നവൻ. അങ്ങനത്തെ പോലീസുകാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ബാക്കി മര്യാദക്കുള്ളവരും ഉണ്ട്. കുറച്ച് പേരെ ബാക്കിയുള്ളൂ, അവരെ മിക്കാതെ ഇമാരെല്ലാം ഒതുക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്നാൽ അങ്ങനെയുള്ളവർ കൂടി വരുവാടോ. ഇമാരേ ഉള്ളൂ ഇപ്പോൾ വന്ന് തീട്ട പോലീസ് പോലെ തോന്നും. ഭയങ്കര തീട്ടത്തരം. എവിടെ നിന്നൊക്കെ നക്കാപ്പിച്ച കിട്ടുമ്പോൾ അങ്ങ് നക്കൊന്നോട് പോയി. അയ്യോ, തനിക്കറിയാത്തോണ്ടോ ഇമാരെ? ഞാൻ കണ്ടതാ. ഓ ചേച്ചി ഇങ്ങനെ നിൽക്കുവാന്ന് തെണ്ടി. തമാശ പറഞ്ഞല്ലേ, എനിക്കറിയാം ഇവനൊക്കെ. ഞാൻ കാണിച്ചു, ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കാൻ വേണം. ഇവനെ കണ്ടാ അറിയാം ഇവനൊരു എന്താ പറയണ്ടേ, ഒരു അൽഗുലത്ത്. മനസ്സിലായി? ഇങ്ങനെ എവിടെയും ചെന്ന് ഇങ്ങനെ മെഴുകത്തില്ലേ, ഇങ്ങനെ നിൽക്കുന്ന തറ ലെവൽ. ജഗതി ചില കഥാപാത്രം കാണിക്കത്തില്ല, ഇങ്ങനെ തറകളെ, അതുപോലത്തെ ഐറ്റങ്ങളെ ഞാൻ കണ്ടത്. 2 നിറത്തിനെ ഞാൻ കണ്ട സ്റ്റേഷനിൽ ഈ കേസൊക്കെ കണ്ടതാ. അയ്യോ, തറയെന്ന് വെച്ചാൽ ലോക പൊട്ടനുമാണ്, മുടിഞ്ഞ അഹങ്കാരമാണ്, വിദ്യാഭ്യാസ കുറവുണ്ട്, ഭയങ്കര സംഭവം പോലൊക്കെ ഇരിക്കും, വലിയ ഇടക്കാണെന്ന് പറയും, അവിടെ നിൽക്കും ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ഒരു ഈ സാധനം ഉണ്ടല്ലോ, അതൊക്കെയുള്ള പോലീസുകാർ. പക്ഷേ ഷോ ഒക്കെ കാണിക്കും വന്നിട്ട്. അല്ലാത്തവരൊന്നും മൈൻഡ് ചെയ്തിട്ടോ. നല്ലപോലെ പണിയെടുക്കുന്ന പോലീസുകാരും അതിനകത്ത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ഇവന്മാരങ്ങനല്ല, ഇവന്മാരിടും മെഴുകിക്കൊണ്ടിരിക്കും. അവർക്കും ദേഷ്യമായിരിക്കും ചിലപ്പോൾ ഇവനോട്.
പിന്നെ ആ ഒരു സെറ്റപ്പിൽ ചിലപ്പോൾ എന്തോ ഒരു പിടിപാടുള്ളതുകൊണ്ട് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള പോലത്തെ ആൾക്കാരില്ലേ. അതാണ് ഞാൻ കണ്ടത് കുറേ എണ്ണത്തിന്. ഒരു തുള്ളിക്ക് വിവരമില്ല. ഈ PSC എഴുതി കയറിയായിരിക്കും, അല്ല കയറാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കയറി വരുന്ന ആൾക്കാരുണ്ടല്ലോ. പിന്നെന്തോ ഡ്രൈവറൊക്കെ ഭയങ്കര സംഭവമാവും. പോലീസാന്ന് എന്തുവാ വിവരം? ഓരോയിലിടും. വിദ്യാഭ്യാസക്കുറവ് ഭയങ്കര പ്രശ്നം. പിന്നെ മര്യാദയില്ലായ്മയും ബോധമില്ലായ്മയും. മര്യാദയില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ ഇത് ഇവർക്ക് ഈ സാധനമൊക്കെ ട്രെയിനിങ്ങിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവരിത് ഇവിടെ പബ്ലിക്കിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ മര്യാദയില്ലായ്മ ഒരാൾ ഒരു ക്രിമിനലിനോട് ഇടപെടുന്നിടത്തോ അല്ലെ വേണ്ട പരാതിക്കാരോട്. ഇതിനകത്ത് പരാതിക്കാരെയൊക്കെ പീഡിപ്പിച്ചില്ലേ ഇവര്? ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു പരാതിക്കാരെയൊക്കെ പീഡിപ്പിച്ചെന്ന് 3 പേരൂടെ ചേർന്ന്. വാർത്തയുണ്ട്. അതെങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പരാതിക്കാരി എന്നെ വിളിച്ച് പറഞ്ഞു, ഭയങ്കര ശല്യമാണ് ഇവരെ കൊണ്ട്. ഒരു 2 പേര്. എനിക്കിവരെ അറിയാം, ഇവർ ഇത്രയും ആൾക്കാരുവാ, മനസ്സിലായോ? അവർ പരാതിയായിട്ട് ചെന്നപ്പോൾ തൊട്ട് ഇവൻ കിടന്ന് മെഴുകാൻ തുടങ്ങി, പുറകെ കൂടാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങിയേക്കുന്നത്. എടോ ഇത് ഇവിടുത്തെ ഈ പോലീസ് എന്നൊക്കെ പറയുന്നതേ ആ മര്യാദ പോലും ഇല്ല. ഇവിടുത്തെ ആൾക്കാരാന്ന് അങ്ങനെ കൂടി കാണണം. ഈ മലയാളികളാണല്ലോ ഇത്. മലയാളികളുടെ ഒരു രീതി അത്. അതിന്റെ ബാക്കിയാണ് ഈ കാണുന്നതൊക്കെ. ഒരു 2-3 ജനറേഷനൊക്കെ കഴിയുമ്പോഴേക്കും ഈ പോലീസിന്റെ സ്കീമൊക്കെ അങ്ങ് മാറുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ബോധമുള്ള പിള്ളേരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. സ്കിബിഡികളൊക്കെ കുറച്ച് കൊള്ളാം. ഇവരൊക്കെ വെളിവെച്ച് വരുമ്പോഴത്തേനും പരിപാടി മാറുമായിരിക്കും. അതോ ഇനി ഇവര് വന്നിട്ട് മറ്റേത് തന്നെ ആവോന്നും പറയാൻ പറ്റില്ല കേട്ടോ. എടോ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കൊള്ളാവുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം കൊള്ളാവുന്ന പരിപാടികളെ നടക്കുന്നില്ല. താൻ കണ്ടില്ലേ ഇവിടുത്തെ ആരാള് ശബരിമല പോയി പാട്ട് പാടിയ പുള്ളി? ഒരാള്. അല്ല, എനിക്ക് ശരിക്കും വിഷമമുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? എനിക്ക് പാർട്ടിയുടെ ഒരു പരിപാടികൾ വേറെ തരത്തിലായി മാറിപ്പോയത് എനിക്ക് ശരിക്കും. പാർട്ടിയുടെ എന്ത് പരിപാടി? CPM-ന്റെ ഒരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി തന്നെ അങ്ങ് മാറിപ്പോയി മൊത്തത്തിൽ. ഈ ഇതിലൊക്കെ ഈ അഴിമതിയൊക്കെ നടക്കുന്നു. ഈ സഹകരണ സംഘത്തിലൊക്കെ അഴിമതി നടക്കുന്നു. മനസ്സിലാവണ്ടോ? പാർട്ടി ഭരണത്തിലുള്ള സാധനങ്ങളൊക്കെ അതൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നു. അപ്പോൾ അതൊന്നും CPM പോലത്തെ ഒരു പ്രസ്ഥാനത്തിൽ നിന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമല്ലല്ലോ അത്. മനസ്സിലായോ? അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ മനസ്സിലാവുന്നത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് തന്നെ അതിന്റെ അർത്ഥം. പാർട്ടിയുടെ കാര്യമൊക്കെ ഓക്കെ, പക്ഷെ ഞാൻ പറയല്ലേ എല്ലായിടത്തും ഇത്തിരി വാണങ്ങൾ കയറിയിട്ടുണ്ടെന്ന്. അതെല്ലാം ലൂസായിട്ടുണ്ടെന്ന് മൊത്തത്തിൽ പരിപാടി. കൊള്ളത്തില്ല. ആ ഒരു എന്താ പറയണ ഒരു ഓർഡർ തെറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ. പരിപാടി മൊത്തത്തിൽ ഓർഡറൊക്കെ തെറ്റിയിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വേറൊരു സ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഏതൊരു SI കാർ ഇടിപ്പിച്ച് ലഹരിക്കടത്ത് കേസിലെ പ്രതി രക്ഷപ്പെട്ട സംഭവം, സിദ്ദിഖിനെ പിടികൂടുന്ന ദൃശ്യങ്ങൾ. പോലീസുകാർ വട്ടം പിടിച്ചേക്ക് വരുന്നതിനെ കേട്ടോ. അയ്യോ, ഇവർക്കിത് ഇവിടെ വേറെ പ്രശ്നമുണ്ടോ? ഇതിനൊക്കെ പോകുന്നവരുടെ കയ്യിൽ ഒരു സാധനവും ഇല്ല. പോലീസുകാർ എന്ത് ധൈര്യത്തിലേക്ക് കയറി പിടിക്കുന്നത്? അതെന്താ പറയുമ്പോ ഒരു ധാരണ അത്. അവര് നമ്മളെ അങ്ങനെ ഇപ്പൊ അങ്ങനെ നമ്മളെ ആക്രമിക്കാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇതിനൊന്നും നിൽക്കൊന്നുമില്ല, കൊല്ലൊന്നുമില്ല. അതിൽ താഴെയുള്ള പരിപാടിക്കൊക്കെ രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുള്ളൂ എന്നൊക്കെ ഉള്ള സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഈ അഗ്രസീവ് കിഡ്സ്, ഇവന്മാരൊക്കെ ചിലപ്പോൾ ഒന്നും അങ്ങനെ പിടിച്ചങ്ങ് കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ വല്ല കത്തിയൊക്കെ എടുത്ത് കുത്തുന്ന സൈസ് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറേ എണ്ണം. മനസ്സിലാവുണ്ടോ? അതെ, അത് കുറച്ച് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. കൊണ്ടൊന്നും നടക്കത്തില്ല. പോലീസുകാരുടെ എണ്ണത്തിലും കുറവുണ്ടോ? ഒരു സ്റ്റേഷനിൽ ആകെ കുറച്ച് പോലീസുകാരൊക്കെ ഉള്ളൂ. അവരെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ജീവിക്കും ഇതിനിടയിൽ? പോലീസുകാർക്ക് ഒരു എക്യുപ്മെന്റ്സും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, UK ഇങ്ങനെയാണെന്ന് തോന്നുന്നു. UK പോലീസുകാർ അത്രയും ഇവിടുത്തെ പോലീസുകാരെ പോലെ തന്നെയാണെന്ന് പറയുന്നത്. ഇങ്ങനെ വലിയ തോക്കൊന്നുമില്ല. അമേരിക്കയിലുള്ള സകല പോലീസുകാരുടെയും തോക്കുണ്ട്. അതുപോലെ പക്ഷെ വേറെ ഐറിഷ് പോലീസ്
ഭയങ്കര മറ്റേ ആണെന്ന് തോന്നുന്നു. എവിടെ മെഷീൻ നടക്കുമായിട്ട് നടപ്പുണ്ട്. അവര് ഒന്നെങ്കിൽ കണ്ണെടുക്കും, അത് നടന്നില്ല ഇപ്പുറത്തൊന്നും അടിക്കണം. കാരണം അവിടുന്ന് പ്രശ്നങ്ങൾ അത്ര ഭീകരമാണ്. അന്ന് പോലീസിങ്ങിൽ വന്നതാ, ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. മറ്റേ അമേരിക്കൻ പോലീസിനുണ്ടല്ലോ, UK പോലീസിന് അത്രയൊന്നും കൊടുക്കത്തില്ല. അത് നമ്മുടെ രീതിയാണല്ലോ. നമ്മൾ ഇപ്പോഴും അവിടുത്തെ ബ്രിട്ടീഷുകാരുടെ പരിപാടിയല്ലേ കാണുന്നത്, അതിന്റെ ആയിരിക്കും. അമേരിക്ക നോക്കി പഠിക്കടേ. അതുപോലെ തന്നെ മറ്റു ഇതേപോലെ ഇപ്പൊ ചൈന, കൊറിയയിലൊക്കെ ആണെങ്കിലും പോലീസുകാരെ കണ്ട പട്ടാളക്കാരൊക്കെ സൂപ്പറാണ്. ഈ മറ്റേ ഇസ്രായേലി പോലീസിനെ കണ്ടിട്ടില്ല, എല്ലാം മെഷീൻ ഗണ്ണാ. എല്ലാവരും പോലീസ് ഇല്ല അവിടെ, പട്ടാളം ഫുള്ള്. പോലീസ് എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാരും പട്ടാളക്കാരാ. ഒരു ദേശം മുഴുവൻ അവരെല്ലാവരും പട്ടാളക്കാരാണ്. അതുകൊണ്ട് അങ്ങോട്ട് പ്രശ്നമില്ല. സോൾജർ. അമേരിക്കയിൽ അതൊക്കെ തന്നെയാണോ? അമേരിക്കയിൽ എല്ലാ വീട്ടിലും തോക്കും വെച്ചോണ്ടിരിക്കുന്നത്, എല്ലാവരുടെയും ഒരു കാലം തോക്ക് കാണും. അതുകൊണ്ട് എന്ന് എല്ലാവരും വെടിവെച്ച് ചോദിക്കണം. വല്ലപ്പോഴും ഇവിടെ സംഭവിക്കാറുണ്ടില്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ നമ്മളിവിടെ ഇതൊന്നും ഇല്ലാതെ തന്നെ. പക്ഷെ തോക്കൊക്കെ ശരിക്കും കേരളത്തിലാണ് വേണ്ടേ, കാരണം ഇത്രയും അവൻ കഷ്ടപ്പെടേണ്ടി വരത്തില്ല കൊല്ലാൻ. കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇനി ഓരോന്ന് പറ. അല്ല, ഞാൻ തമാശ പറഞ്ഞല്ലോ, ഈ വെട്ടിക്കൊന്നു തല്ലിക്കൊന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് തോക്കൊണ്ട് ഒരു വെടി വെച്ച ചത്ത് അവര് സുഖമായിട്ട് മരിക്കും. മനസ്സിലായോ? ഇത് ഒരുമാതിരി ഊമ്പിയ മരണം. ആ തല്ലി 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 ആ കൊല്ലുന്നവന് ബുദ്ധിമുട്ടില്ലേ, മരിക്കുന്നവന്റെ ബുദ്ധിമുട്ട് പിന്നെ നമുക്ക് സഹിക്കാം, കാരണം അവൻ മരിച്ചു പോവുക. ഇവനാണ് ക്ഷീണം, ഇവനെ 2-3 ദിവസം കൈ അനക്കാൻ മേല, മുതുക് വേദന, എനിക്ക് മനസ്സിലായോ? പിന്നെ ഇതിന്റെ പുറകെ പോലീസുകാർ അടിച്ചോണ്ട് ജയിലിൽ പോകണം. ജയിലിൽ പോയി കിടന്ന ഈ കൈയൊക്കെ ഇങ്ങനെ വേദന എടുത്തിരിക്കുന്ന ബുദ്ധിമുട്ടല്ലേ. മറ്റേതാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. വല്യമ്മ അടുത്ത ആരുടെ വല്യപ്പൻ കിടക്കുന്നു, കാമുകിയെ വിളിച്ചു വരുന്നു, ടിഷ് 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 ടിഷ്, ഒരു 4 ഉണ്ട പോവും, കാരണം അവൾ ഓടുകയൊക്കെ ചെയ്യും. വല്യപ്പൻ ഈസിയാ, അമ്മയും കൊല്ലാൻ എളുപ്പമാ. കിച്ചണിൽ വരാൻ നിങ്ങൾ പുറകെ കൂടെ ചെന്നിട്ട് ഒറ്റ അടി അടിച്ചാൽ മതി. അപ്പന് പ്രായമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാ, അല്ലേ ബുദ്ധിമുട്ടായിരിക്കും. അതിനൊരു 5 ഉണ്ട പോവും. മനസ്സിലായോ? അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ആ മരിക്കുന്ന ഈ വല്യമ്മയ്ക്ക് സുഖമാ, വല്യപ്പന് സുഖമാ, തള്ളയ്ക്കും സുഖമാ. എല്ലാവരും ഈ തോക്കൊക്കെ ഉണ്ട് ഇമാര് രീതി മാറ്റിവിടും. ഉറക്കത്തിലൊക്കെ ചെന്നായിരിക്കും പൊട്ടിക്കുന്നത്. ടപ്പ് ടപ്പ് നെറ്റിക്ക് വെച്ച് അടിച്ചാൽ പോലെ. ഇരുട്ടത്തിൽ അടിക്കാൻ കൊള്ളത്തില്ലെന്ന് മേടിച്ചിട്ട് ഈ പകൽ ഇമാർ അടിച്ചു പൊളിക്കുന്നത് തല. എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ചിലപ്പോൾ എന്തിനും കാരണവശാൽ മിസ്സായാലോ. പകലാകുമ്പോൾ കൃത്യമാ. അതാണ് ഈ അടിയെല്ലാം പകൽ നടക്കുന്നത്. സോ തോക്കുണ്ടെങ്കിൽ ഇത് രാത്രിയിലൊക്കെ നടക്കും. മാത്രമല്ല ഇവർക്ക് സുഖം വരണം. മാത്രമല്ല ഇത്രയും അടിച്ചു പൊട്ടിച്ചു, കണ്ണ് തെറിച്ചു പോയി. ഇതിന്റെ ബോഡിയുടെ കണ്ണൊക്കെ, ആ പെണ്ണിന് കാമുകിയുടെ കണ്ണൊക്കെ പുറത്ത് കിടന്നു വെച്ചാൽ അടിച്ചിട്ടേ 10-15 അടിയല്ലേ അടിക്കുന്നത്. അപ്പൊ ആ ഇതിന്റെ കണ്ണൊക്കെ തെറിച്ച് നിലത്ത് കിടക്കുന്നത്. ചിരി വരുന്നു കേട്ടിട്ട്. എന്തൊരു സൂപ്പറാ. കേരളം നമ്പർ 1. യൂട്യൂബിൽ മൈരേന്ന് പറയുന്നവരെയും വളയെന്ന് പറയുന്നവരൊക്കെ പോയി ചവിട്ടി പൊളിച്ച് കേറ്. അവന്മാരുടെ ഒരു വീരന്മാര്, എന്തൊരു വീരശൂര പരാക്രമികളായവന്മാരല്ലേ. വല്ലാത്തൊരു ജാതി. ഇവർക്ക് നാണം ഉണ്ടോ ജീവിക്കാൻ തന്നെ? കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. ഇല്ല, ഒരു ബെണ്ടറിയാത്തവരെ പൊട്ടന്മാര്. എടാ, നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ഇത് വേണം എപ്പോഴും, മനസ്സിലായത്? അന്തസ്സുണ്ടായിരിക്കണം ജീവിക്കുന്നതിന്. അല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിലും ഭേദം ആ ജോലിക്ക് പോവാതെ വീട്ടിലെങ്ങാനും പോയിരിക്കും. കൊള്ളാനോ അല്ല പോലീസുകാർ വരട്ടെ. ഉണ്ട്. അല്ലാതെ ഈ പോട്ടന്മാര് ഇവന്മാര് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ ഇറങ്ങി ഹെൽമെറ്റ് ഒക്കെ പിടിക്കുന്ന കണ്ട അവർക്ക് ഇവിടെ എല്ലാവരും ഒന്ന് സേഫാ. ഇപ്പൊ ഇനി വീട്ടിൽ കൊണ്ട് ഹെൽമെറ്റ് വെക്കും. ഈ തള്ളയുടെ നന്നടയൊക്കെ ഈ വല്യമ്മയുടെ പറയാം ഹെൽമെറ്റ് വെച്ചോണ്ടിരിക്കാവോ, തള്ളയല്ലേ മകൻ വന്ന് തല അടിച്ചോണ്ടിരിക്കും. വീട്ടിലൊക്കെ ഇത് ചെയ്യാട് വേണമെങ്കിൽ ചുമ്മാ കോമഡി ഉണ്ടാക്കുക. വീട്ടിൽ വന്ന് പോലീസ് ചെക്ക് ചെയ്ത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ പറയും തല അടിച്ച് പൊട്ടിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് അതിന് വേറെ വഴിയൊന്നുമില്ല. ഹെൽമെറ്റ് വെച്ച് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്ന തള്ള വല്യമ്മ കിടക്കുന്നു ഹെൽമെറ്റ് ഒക്കെ വെച്ച് ശവശയിൽ. ഇനി കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന കിളവൻ മുറ്റത്തിരുന്ന് വീഡിയോ വലിക്കുന്നു. എന്തോ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് മറ്റേ ഇത് മേടിച്ചാൽ ഇത് വേണ്ട, ഇത് മൊത്തം കവർ ചെയ്യണ്ട. ഇങ്ങനത്തെ ഊളത്തരം കാണിക്കാൻ പോയിരിക്കും. വേണേൽ പോലീസുകാരത് ചെയ്യും. ഇവിടുത്തെ ആൾക്കാരല്ലേടോ, ഇവന്മാരെ കൊണ്ട് വേറെ എന്തിനു കൊള്ളാം? ഇവർക്ക് ക്രൈം ഒന്നും നിർത്താൻ പറ്റത്തില്ല. ഇവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അവരിപ്പോഴും അത് കൊണ്ട് വെച്ചേക്കുന്നത് അത് ഡ്രഗ്സിന്റെ കൊണ്ടാ, മറ്റേതുകൊണ്ടാ, മറിച്ചു കൊണ്ടാന്നല്ലേ. ഇവ മുസ്ലിം പേരിന്റെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിനകത്തൊരു ഇതുണ്ട്, അജണ്ടയുണ്ട്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. താൻ ശ്രദ്ധിച്ച് നോക്കിയോ. ഇനി മീഡിയ വൺ ഇറങ്ങിയിട്ട് ഹിന്ദുക്കളായ ആൾക്കാരെ കൊല്ലുന്നവരുടെ ലിസ്റ്റ് ഇടും. മറ്റവന്മാർ ഏഷ്യാനെറ്റുകാർ കുറെ മുസ്ലിങ്ങളുടെ പേര് കൊണ്ടുവരും. മലയാള മനോരമയെ സഹകരിക്കും.
അത് നടക്കാൻ ഞാൻ ശ്രദ്ധിച്ചു 2-3 എണ്ണത്തിനകത്ത് മുസ്ലിം പേരാ കൂടുതൽ വന്നേക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ മാത്രമൊന്നും അല്ലായിരിക്കും കൊല്ലുന്നു, ഉറപ്പല്ലേ? പിന്നെ ജിഹാദ് പോട്ടെ, മറ്റേ ഇതുണ്ടല്ലോ, ജിഹാദ് കഴിഞ്ഞു പോയി, അത് വിട്ട് ഇപ്പൊ അതൊന്നുമില്ല. അവരുടെ ആടിനെയും മേയ്ക്കണ്ട, ആർക്കും മതവും മാറണ്ട. പിന്നെ ഇതിനകത്തെ ഈ പറഞ്ഞ കേസിൽ പല പ്രതികളും മുസ്ലിം പേര് കാണിച്ചേ, സമാധി ഉണ്ടായി, ഒരു മറ്റേ ഇതെന്താണ് നരബലി ഉണ്ടായി, അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഇത് കയറ്റി വിടുന്നവര് നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ കൊള്ളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഇതിനകത്തൊരു ശ്രദ്ധ കൊടുത്തോണേ, എല്ലാം നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് റേറ്റ് കൂട്ടുന്നുണ്ട്, മുസ്ലിം റേറ്റ് കൂടി വരുന്നുണ്ട്. അതിനകത്ത് പിന്നെ ഒരു കാര്യമുണ്ട്, അവരുടെ വീട്ടിലെപ്പോഴും ഒരു 4 പിള്ളേരൊക്കെ കാണും. അതുകൊണ്ട് അനിയനെ കൊല്ലേണ്ടി വരും, വല്യമ്മയെ കൊല്ലേണ്ടി വരും, അങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പൊ അത് 2-3 പേര് ഞാൻ കേട്ടു. എന്നാ ഇന്ന് കേരളത്തിൽ കൊന്നേക്കുന്നതും ഈ കഴിഞ്ഞ ഒരാഴ്ച ആണ് സംഭവം എടുത്ത് നോക്കിയൊരു അതിന്റെ ഇടയിൽ ആ പയ്യനില്ലേ, ഈ അവനല്ലേ പള്ളിയിൽ പോകുന്നവനാന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാധനം അടിച്ചു വിട്ടു, വേറൊരു സാധനം അടിച്ച് ഇറക്കിയിട്ടുണ്ട് ഏതോ ചാനലില്. ഞാൻ കണ്ടാണ്. മറ്റേ ഇവൻ ഡിപ്രഷന് പ്രശ്നമുള്ള ആളായിരുന്നു, ഡിപ്രസ്ഡ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡിപ്രഷൻ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡിപ്രഷൻ ഉള്ളവരെല്ലാം കൊല്ലാൻ സാധ്യതയുള്ളവരാണെന്നുള്ളൊരു ധാരണ വരില്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയണ്ട. അവന് സൈക്കാട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോ എന്ന് പറയാനല്ല ചെയ്യേണ്ടത്. അത് ഉള്ള ആളെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യണം. ഇത് സ്കൂളിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ സമയം പിള്ളേർ കൂടുതലാണ് ചിലവഴിക്കുന്നത്. ആ സ്കൂളിൽ നിന്ന് ടീച്ചർമാർക്ക് ബുദ്ധി ഉണ്ടെങ്കിലും ബോധം ഉണ്ടെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ ടീച്ചർമാരും ഇടപെടണ്ട. ഓരോ മാസമെങ്കിലും ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ വിസിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു അവർ വെക്കണം. 1 മാസം ഒരു സ്കൂളിൽ അയാൾ അവിടെ ഇരുന്ന് പിള്ളേരോട് സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് പോകണം. അയാൾ റിപ്പോർട്ട് ഉണ്ടാക്കണം ഓരോ ക്ലാസ്സിലെ പിള്ളേർക്ക് വേണ്ടിയിട്ടും. അതൊരു 2 വർഷം കണ്ടിന്യൂ ചെയ്ത് അയാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടുത്തെ പ്രശ്നമുള്ള പിള്ളേർ ആരാണ്, ആർക്ക് എന്ത് ഹെൽപ്പാണ് വേണ്ടത്. അങ്ങനെ എല്ലാ സ്കൂളിലും തൊലിച്ചു കുത്തി സൈക്കാട്രിസ്റ്റിനെ കൊണ്ടിരുത്തണ്ട. സൈക്കാട്രിസ്റ്റിന് അത്രയും പണിയൊന്നുമില്ല. ഐഡന്റിഫൈ ചെയ്യുക, പോവുക. അത് കഴിഞ്ഞാൽ ആ പിള്ളേരുടെ പേരൻസിന് കാര്യം അറിയിക്കുക. തല ആളെ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നില്ലെങ്കിൽ ചികിത്സിച്ചോളാൻ പറയണം. മനസ്സിലായോ? ഈ പ്രാന്താന്ന് പറയുമ്പോൾ പുച്ഛിച്ചവരുണ്ട്. ചില ആൾക്കാർക്ക് മെന്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവന് പ്രാന്താണ്, സൈക്കാട്രിസ്റ്റിനെ കാണാനൊക്കെ പോകാൻ മടിയുള്ളൊരു നാടല്ലേ ഇത് പറഞ്ഞുകൊണ്ടിരുന്നവരുടെ തലയാണ് പൊട്ടിയേക്കുന്നത്. മനസ്സിലായോ? ഇത് വേറെ കാണുമ്പോൾ പറയാൻ എളുപ്പമാണ്. അങ്ങനെ പറഞ്ഞിരുന്നിട്ട് എന്തായി? എല്ലാവരുടെയും വീട്ടിലൊക്കെ ആയത്. അപ്പോൾ കൊല്ലാൻ തുടങ്ങിയിട്ടും അറിയുന്നില്ല, പോകാൻ മടിയാ, ആശുപത്രി പോകാൻ മടിയാ, സൈക്കാട്രിസ്റ്റിനെ കാണത്തില്ല. മെന്റൽ ഇഷ്യൂസ്. വെള്ളം പൊങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ടീം അവര്. വെള്ളം പൊങ്ങി കിടന്നപ്പോ ഏത് വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കിക്കൊണ്ട് വന്ന് ചോദിച്ചവരും ഉണ്ട്. അതുകൊണ്ട് അവര് ചിലയിടത്തൊന്നും കൊണ്ടുവന്നാൽ കഴിക്കത്തില്ലെന്ന്. ആ നാടാ. അതുകൊണ്ട് ഇവിടെ ഇതൊക്കെ നടക്കും. ഇവിടെ ഇപ്പോഴും വേണ്ടേ ശബരിമലയിലോട്ട് കയറണോ പോണോ എന്നൊക്കെ ചോദിച്ചല്ലോ. എന്തൊക്കെയാ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഇവന്മാര്? ഇവർക്ക് ഈ പറഞ്ഞ ചെക്കൻ പള്ളിയിൽ പോവാന്ന്, നിസ്കരിക്കുവാന്ന്, എന്തൊക്കെയാ അത് കഴിഞ്ഞ് പറയുന്നത്? അന്ന് അമ്മാതി വർത്താനം പറയിക്കുന്നതും കൂടെ ഈ മീഡിയക്കാരാ. അവർ കൊണ്ടുവന്ന് ഈ സാധനം അങ്ങോട്ട് ഇട്ട് വെച്ചു. ഒരു മുസ്ലിം ചെറുക്കൻ കൊന്നപ്പോൾ ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ ഇതൊക്കെ പറയത്തുള്ളൂ. അപ്പൊ എന്താ ഇവിടെ നടക്കുന്നത്? ജിഹാദ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോ എന്ത് ജിഹാദായിട്ട് ഇവർ കണക്കാക്കാൻ പോകുന്നത്? MDMA ജിഹാദ് കഴിഞ്ഞല്ലോ. ഓൾറെഡി മയക്കുമരുന്ന് കൊടുത്ത് ക്രിസ്ത്യൻ പെണ്ണുങ്ങളെല്ലാം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കുറെ നമ്പർ ഇറക്കി. ഇതിപ്പോ കൊലപാതകം വേറെന്തോ, എന്ത് ടൈപ്പ് ജിഹാദ് ആയിരിക്കും ഇത്? ഇവർ പറയണെങ്കിൽ ഇത് ജിഹാദിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല ഇവരിത്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഒക്കെ മോശമായി അവിടെ എല്ലാം പ്രശ്നമാണ്, അവരെല്ലാം കൊല്ലുന്നവരാണ്, ഇങ്ങനെയൊക്കെയാണ്. അവിടെ ആ ചെറുക്കനെ പ്രേമിക്കാൻ കൊള്ളത്തില്ല, കാരണം അവൻ തലയടിച്ച് പൊട്ടിച്ചു. രോഗികളാണ്. പിന്നെ വേറെ പ്രശ്നമുണ്ട് ഇവിടെ മുസ്ലിം പോപ്പുലേഷനകത്ത്. ഇപ്പോഴത്തെ യുവാക്കളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പേരന്റിങ് ഒട്ടും ശരിയായിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇവിടെ ബാക്കിയുള്ള കുട്ടികളുണ്ടല്ലോ, അതായത് മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞാൽ 4-5 പിള്ളേരുള്ള മിഡിൽ ക്ലാസ് ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളെ വേണ്ട രീതിക്കല്ല വളർത്തിയേക്കുന്നത്. ഇവർക്ക് പേരൻസിനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഇറച്ചിവെട്ടും പരിപാടിയായിട്ടൊക്കെ പോയി മീൻ കച്ചവടമോ എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോട്ടൽ നടത്തോ കുഴിമന്തി ഉണ്ടാക്കുകയൊക്കെ ആയിരിക്കും. തള്ളെന്ന് പറഞ്ഞൊരു പെണ്ണും വല്യപ്പനും വല്യമ്മയും കൂടെ ഏറ്റുകൂട്ടുക. വേറെ കാര്യമുണ്ട് കേട്ടോ. ഈ മീൻ കച്ചവടം എന്നൊക്കെ പറയുന്നത് പണ്ട് മറ്റേ അതെ പണ്ട് മുസ്ലിങ്ങളെ ഇങ്ങനെ വേറെ തരത്തിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു ഡയലോഗായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ കച്ചവടം നോക്കിയോ, അല്ലെ വേണം മീൻ കച്ചവടം, ഇറച്ചി, അതുപോലെ തന്നെ ഈ കുഴിമന്തി, പിന്നെ ചെറിയ ചെറിയ കടകള്, ഇതാണ് മെയിൻ.
ഇവിടെ ഉള്ള മിക്ക പുള്ളികളും ചെറുതും വലുതും ഒക്കെ എല്ലാ ബിസിനസ്സിലും ഈ പറഞ്ഞ ആളുകള് എല്ലാ പരിപാടികളും. താനിപ്പോ എറണാകുളം സിറ്റി മാത്രം പിന്നില്ല, ഇവിടെ മൊത്തം ലുലു വരെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട്, വീടുകളിൽ ഫുഡ് എത്തിക്കുന്നുണ്ട്. അതുപോലെ പ്രശ്നം പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ പിള്ളേരുടെ എണ്ണം കൂട്ടിയപ്പോൾ ഇവിടെ ഇവന് ബിസിനസ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്ര എണ്ണം തീറ്റി പോട്ടണമെന്ന് ചെറിയ പണി എടുത്താൽ പോരാ. ഇവിടെ ചെറിയ ഇലക്ട്രീഷ്യനും AC ടെക്നീഷ്യനും ഒക്കെ ഉണ്ട്, മനസ്സിലായില്ലേ, മെക്കാനിക്കും ഉണ്ട്. ഇവർക്കൊക്കെ മാസം പണിയെടുത്തോണ്ടിരിക്കും. ഇവര് കട്ട പണിയില്ല. താൻ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളതും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും. ക്രിസ്ത്യാനികളും ഈ നായന്മാരെന്നൊക്കെ പറഞ്ഞവരൊക്കെ മാറിയിരുന്ന് നൈസായിട്ട് ശ്രദ്ധിച്ചോ, അവര് ബിസിനസ് പോലും ചെയ്യാനില്ലാത്തവരെ പോലെ ആയിപ്പോയെന്നെ. എന്തൊക്കെയോ ജോലിയൊക്കെ ചെയ്തങ്ങ് നടന്നാൽ മതി ഇവർക്ക്. ഇവിടുന്ന് സ്ഥലം വിടണം, അങ്ങനെയൊക്കെ ഇവരുടെ ഉദ്ദേശം. പക്ഷെ മറ്റവര് അങ്ങനല്ല. ഉള്ള ചായക്കടയിലെല്ലാം ഇവിടെ എറണാകുളത്ത് മൊത്തം കാസർഗോഡ് കോഴിക്കോട് പിള്ളേരാണ്. കാണാൻ നല്ല വെള്ള ഭംഗിയുണ്ട്, പക്ഷെ വിദ്യാഭ്യാസം ഇല്ല. വാ തുറന്ന നല്ല മണ്ടത്തിലൊക്കെ പറഞ്ഞെന്ന് വരും. അവരെ കളിയാക്കും ആൾക്കാർ, ഇമാര് വാ തുറന്ന പൊട്ടന്മാരാന്ന് പറയുന്നുണ്ട്. ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, വെളുത്തിട്ട് പാറണം എന്നൊക്കെ പറയുന്ന പോലത്തെ പിള്ളേരാണ്. അങ്ങനെ ഒരു കമന്റ് ഇവരെ പറ്റിയുണ്ട്. പിന്നെ ആൾക്കാർ നല്ല ഡ്രസ്സിങ് ഒക്കെ ചെയ്യും, പക്ഷെ വിദ്യാഭ്യാസം ഇല്ല. ഇവർക്ക് വേറൊരു പ്രശ്നം പറ്റിയ വെച്ചാൽ ഒരു വീട്ടിൽ 4-5 പിള്ളേരായില്ലേ. അപ്പോൾ ഈ അപ്പൻ എന്ന് പറഞ്ഞ ആൾ എടുക്കുന്ന തൊഴിലനുസരിച്ചാണ് ഇവർക്ക് ഫുഡ് കിട്ടുന്നത്, കാര്യങ്ങൾ നടക്കുന്നതൊക്കെ. ഈ മുസ്ലിം പള്ളിയുടെ അവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഈ സക്കാത്ത് എന്നല്ല പറയണ്ടേ, ഈ ഫുഡ് കൊടുക്കുന്നത് ഇത്രയും വലിയ ക്യൂവും പരിപാടിയൊക്കെ എറണാകുളത്ത് ഞാൻ കണ്ടു. വേറെ എങ്ങും ഈ പരിപാടി അവതരിപ്പിക്കുന്നില്ല. ഞാൻ ഏതെങ്കിലും പള്ളിയിൽ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നു പറയുമ്പോൾ ക്രിസ്ത്യാനികൾ വന്ന് നിര ലൈനായിട്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഭയങ്കര ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പിള്ളേരുടെ എണ്ണം വെച്ചിട്ട്. ഇവർക്ക് തീറ്റിപ്പറ്റാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ എന്തിനാ ഈ പള്ളിയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കും? അല്ല, ഈ പള്ളിയിൽ ഫുഡ് കൊടുക്കുമ്പോൾ എത്രയിടത്ത് കിടന്നറിയാം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കേരളം മൊത്തം ട്രാവൽ ചെയ്ത് പലയിടത്തും കണ്ടു. പള്ളി നിൽക്കുക. ഞങ്ങൾ എന്നിട്ട് പറയാൻ ചെയ്ത് ഇതെന്ത് ഈ പള്ളിയുടെ അവിടെ ഇത്രയും ആള് ഓരോ ദിവസങ്ങളുണ്ട്. ചില പള്ളിക്കറിയോ വേണ്ടൊക്കെ ഉണ്ടല്ലോ, ഈ സാധനമൊക്കെ മേടിക്കാൻ ആൾക്കാർ ഒത്തിരി ആയെന്ന് നിരന്ന് നിൽക്കുക. ഇത് ചുമ്മാ നിൽക്കുന്നൊന്നുമല്ല, അത് ആ കൂട്ടത്തിൽ പൈസ ഇല്ലാതായി പോയ ആൾക്കാരുടെ അതിനകത്തൊരു റിലീജിയസ് പരിപാടിയും കൂടി ഉണ്ട്. റിലീജിയസ് ആണെങ്കിൽ പോലും ഇത് എന്ത് വേറെ ഒരിടത്തും ഇല്ലാത്ത റിലീജിയസ് പരിപാടി. അത് മേടിക്കാൻ പോകണ്ടേ? ഇപ്പൊ റിലീജിയസ് പരിപാടി ഉണ്ടെങ്കിലും താൻ അവിടെ പൈസ ഉള്ളതിനെ കാണാതൊന്നുമില്ല. അത് വെറുതെ പറയുന്ന നല്ല പൈസ ഉള്ളത്. താൻ ദുൽഖറിനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മമ്മൂട്ടി പോയി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ റിച്ച് ആയിട്ടുള്ളവർ ആരും ഇതിന് പോകത്തില്ല. പക്ഷേ മിഡിൽ ക്ലാസ് തൊട്ട് മിഡിൽ ലോ ക്ലാസ് തൊട്ട് ഇങ്ങോട്ട് വരുന്ന നോമ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങിയോ? ഇല്ല. നോമ്പ് തുടങ്ങിയോ? ഇല്ല. പക്ഷെ അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സീസൺ ഒന്നും അല്ലത്, കുറെ പ്രാവശ്യമായിട്ട് കാണുന്നുണ്ട്. ഈ നോമ്പ് ടൈമിൽ ഒരു പരിപാടി ഉണ്ട്, ഈ പള്ളിയിൽ നിന്ന് ഇങ്ങനെ കൊടുക്കും ഫുഡ്. അത് വൈകിട്ട് അതല്ല. ഓ, ഇത് ഉച്ചക്കൊക്കെ നടക്കുന്നുണ്ടെന്ന്. ഇത് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ബിരിയാണി ഒക്കെ ഞാൻ പകലാ കണ്ടത്. ഈ കയ്യിൽ ഇങ്ങനെ നെയ്ച്ചോറോ വേണ്ടുണ്ട്, കറിയുണ്ട്, ഇങ്ങനെ സഞ്ചിക്കകത്ത് ഇങ്ങനെ തൂക്കി കൊടുക്കുക, മേടിച്ചോട് പോവുക, ലൈനിൽ നിന്ന് മേടിക്കുക. അപ്പൊ ആ നേരമെങ്കിലും അവർ സേവ് ചെയ്യാൻ നോക്കുക. കാശുള്ളവനാണ് പോവോ? കൈ പൈസ ഉണ്ടെ പോകത്തൊന്നുമില്ല. എന്ത് കാര്യത്തിന് ഇന്ന് അതിനെല്ലാം കൂടെ നിന്ന് റിലീജിയസ് ആണെങ്കിൽ പോലും വലിയ പാടാ. അത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഉണ്ട്. ഇപ്പോൾ ഒത്തിരി എടുത്ത് നടക്കുന്നുണ്ട്. എല്ലാ പള്ളിയിലും ഇല്ല. നമ്മൾ ഇറങ്ങി പോകുന്ന സൈഡിലെ പള്ളി ഞാൻ കണ്ടിട്ടേ ഇല്ല. അവിടെ ഉള്ളവർക്ക് അത്യാവശ്യം പൈസ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വേറെ ചില ഏരിയകളുണ്ട്. താൻ കണ്ടില്ലേ ന്യൂസ്? നമ്മളാണ്ട് അത് പക്ഷേ വേറൊരു പരിപാടിയാണ്, അത് വേറെ സീനാണ്. അതല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് കണ്ടപ്പോഴാണ്, 1-2 കണ്ടപ്പോഴാണ് ഞങ്ങൾ ഒരേ പോലെ ട്രാവൽ ചെയ്യുന്നവരായതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടു പോയപ്പോൾ പറയാൻ ചെയ്തു, ഇതെന്താണ് ഈ മുസ്ലിങ്ങൾക്ക് എന്നാ പറ്റി, മനസ്സിലായല്ലേ എന്ന് പറഞ്ഞൊരു സംസാരം ഉണ്ടായി. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മൾ കൂടുതൽ കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? വേറൊരു പരിപാടി മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ നടന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. കള്ളുകൂടി ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ഹറാമായതുകൊണ്ട് ഒരു കള്ളു കുടിക്കുന്നില്ല. MDMA, കഞ്ചാവ്, ഇങ്ങനെ ആ ലൈൻ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവുക. മനസ്സിലുണ്ടോ? എടോ, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഏറ്റവും പ്രശ്നം വരുന്ന പിള്ളേരൊക്കെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഈ 4-5 പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എല്ലാത്തിനെയും നോക്കാൻ പറ്റത്തില്ല. മറ്റിടത്തെ പാരന്റിങ് പോലെ ഒരു ശ്രദ്ധ ഈ പിള്ളേർക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇവർ ഇവിടെ തന്നെ ഇങ്ങനത്തെ തൊഴിലുകളൊക്കെ ആയിട്ട്. 4 പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ഇതുങ്ങളെയൊക്കെ ശ്രദ്ധിക്കാൻ ആൾക്കാരും ഉണ്ടാവണം. ഇപ്പൊ അതില്ല, ആ സമ്പ്രദായം ഇല്ലല്ലോ ഇപ്പൊ.
പിന്നെ മാത്രമല്ല ഇവർ പഠിപ്പിക്കാൻ വിടുന്ന മദ്രസയിലൊക്കെയാ ഏറ്റവും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഠിപ്പിക്കും. ഈ സൊസൈറ്റിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഇവന്മാർ ശരിക്കും മണ്ടന്മാരായി പോകുന്നുണ്ട്. ഇവരുടെ വീടുകളിൽ പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്, മനസ്സിലായോ? പിള്ളേർ വയലൻസ് ആയി കഴിഞ്ഞാൽ ഒരുത്തം മതി, കണ്ടില്ലേ? 5 എണ്ണത്തിൽ നിന്ന് ഒരുത്തം പോയതായി കണ്ടത്. അവന് വട്ടായി, അവൻ 5 പേരെയും കൊന്നു. കേതലിനാകെ 2 അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ കൊല്ലാൻ, മനസ്സിലായോ? അവനതിന്റെ മെയിൻ, അവനാ സ്റ്റാർട്ടർ, അവൻ അടിപൊളി, അവൻ കൂൾ, അവനാകെ 2 പേരെ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പൊ ഇവര് വരുമ്പോ കണ്ട എണ്ണം കൂടി, ഇവര് പോപ്പുലേഷൻ കൂടുതലാണ് വീട്ടിലൊക്കെ. ഒരു 5 പിള്ളേര്, അതിന്റെ ശ്രദ്ധ കിട്ടുന്നില്ല. അവർക്കത് പറഞ്ഞാൽ പോലും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലടോ. ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. അങ്ങനെ അവിടെയാണ് ഈ പ്രശ്നം സംഭവിച്ചത്. അല്ലാതെ ഇവര് പ്രത്യേകം ഒന്നും ചെയ്യേണ്ടത്. ഈ വന്ന കാലത്ത് 1ഓ 2ഓ കുട്ടികളും അതിന് പ്രത്യേക കെയറും കൊടുക്കേണ്ടടുത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ പറഞ്ഞ പോലെ ബിസിനസ്സൊക്കെ ഉണ്ടാവും, കുറെ കാശുണ്ടാക്കുന്നുണ്ടാവും. അവനും വിവരമില്ല, അവന് വിദ്യാഭ്യാസ കുറവുണ്ട്, അത്രയും മെജോറിറ്റി ആയേക്കുക. എന്നാൽ താൻ നോക്ക്, അതിന്റെ നേരെ ഹൈ ക്ലാസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവര് ലക്ഷറി എന്ന് പറഞ്ഞാണല്ലോ, സൂപ്പർ ലക്ഷറിയിലാണ് ജീവിക്കുന്നത്. ഒരു ആയിട്ട് മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റി ആളുകൾ ജീവിക്കില്ല. പൈസ ഒക്കെ ഉണ്ടാവും ചിലപ്പോ കയറ്റി വെച്ചോ. ഹിന്ദുക്കളാണെ കൊണ്ട് ബാങ്കിലെല്ലാം കൂടി ഇട്ട് കുറച്ച് സ്ഥലവും പിടിച്ചു വെച്ച് അതിനകത്ത് ഇങ്ങനെ കഞ്ഞിയും കുടിച്ച് അവിടെ ഇരിക്കും. കഞ്ഞിയല്ല, സോറി, സാമ്പാർ, പപ്പടം, പഴം, പായസം, ഇങ്ങനെ അങ്ങ് ഇരിക്കും. അമ്പലത്തിലും പോയി കുറിയും തൊട്ട് നടക്കും. അവിടെ അങ്ങ് നടക്കുക. അത് അങ്ങനെ ഒരു കൂട്ടര് ഗവൺമെന്റ് ജോലിയെ എടുക്കത്തുള്ളൂ. ക്രിസ്ത്യാനികൾ പിന്നെ അങ്ങനെയല്ല. ക്രിസ്ത്യാനികൾ വേറെ റേഞ്ചിൽ ഇങ്ങനെ പൈസ ആക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യും. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കും. അതും ഉണ്ട്. പിന്നെ വലിയ ഇവരുടെ അത്രയും പോർഷൻസ് ഒന്നും ഇല്ല. ഈ എറണാകുളത്തൊക്കെ കൂടുതൽ ഈ ഹോട്ടൽസ് ഇങ്ങനെ നിന്ന് പോകുന്നതിന്റെ കാരണം തന്നെ ഇവര് പുറത്തുനിന്ന് കഴിക്കുന്നവരാ കൂടുതലും. നല്ലപോലെ ഫുഡ് കഴിക്കും, നല്ല ഡ്രസ്സ് മേടിക്കും, എപ്പോഴും സൂപ്പർ റിച്ച്. ലക്ഷറിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല, അടിപൊളിയാ. പിന്നെ മാനേഴ്സ് ഇല്ല. എത്ര കൂടുതൽ പൈസയുള്ളവരല്ല, ഈ മിഡിൽ ക്ലാസ്സിൽ. അപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ പറയാം. ഹോട്ടൽസിൽ താൻ കയറി കഴിഞ്ഞാൽ ഈ മുസ്ലിം പിള്ളേർ കഴിക്കത്തില്ലേ, ആ ടേബിൾ നോക്കിയാൽ വേസ്റ്റും ഇറച്ചി എല്ലാം ഇങ്ങനെ മേശപ്പുറത്തിടും. അത് ഈ അറബ് പരിപാടിയിൽ നിന്ന് കിട്ടുന്നതാണോ എന്ന് ഡൗട്ട് ഉണ്ട്. അതായത് ഈ കഴിക്കുന്നതിന്റെ വേസ്റ്റ് ഒക്കെ അങ്ങനെയൊക്കെ തന്നെ വെച്ചാൽ അവര് കഴിക്കുക. ഇപ്പൊ ഈ അങ്ങനെ എങ്ങനെ എടുക്കാൻ പറ്റുന്നേ? അവിടുന്ന് വന്ന ഫുഡാണല്ലോ ഈ കഴിക്കുന്നത്. താൻ അവിടെ ഒറ്റപ്പെട്ടേക്കോടെ ഈ സംഭവത്തിൽ. അറബികൾ എല്ലാവരും അങ്ങനെ സമ്മതിച്ച്. പക്ഷേ ഈ കേരളത്തിൽ അങ്ങനെയല്ല. അല്ല, ഈ കഴിക്കുന്ന ഫുഡിന്റെ ഒരു രീതി ഉണ്ടല്ലോ. ഞാൻ അതേ ടേബിളിൽ വൃത്തി കഴിച്ച് കാണിച്ചു. അത് പറ്റും. താൻ എന്ത് പറഞ്ഞു? അങ്ങനെ അത് മനസ്സിലായി. അപ്പൊ ഇതിങ്ങനെയാണെന്നുള്ള പോലെ, മറ്റേ ലാല് പറഞ്ഞ പോലെ ഇതിങ്ങനെയാണ്. അതല്ല അതിന്റെ പ്രശ്നം. അല്ലല്ലോ, അവരുടെ വീടുകളിലും ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ ചെന്നാൽ അവരുടെ മുറി എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലങ്കോലപ്പെട്ട് കിടക്കും. ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ പേഴ്സണലി എനിക്ക് മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വീടുകളിലൊക്കെ പോയപ്പോഴൊക്കെ ആണെങ്കിലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ കുറവാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. അതിനകത്ത് കൂടുതൽ പേരുടെയും ഹൈജീൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ലപോലെ അറിയാം. എൻ്റെ ബെസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, മുറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ സീ മാറും. ഇവർക്ക് ബാത്റൂം, വാഷ് ബേസിൻ, അടുക്കും ചിട്ട, ടേബിൾ മാനേഴ്സ്, ഇതിനൊരു ക്ലാസ്സും ഇല്ല. മിഡിൽ ക്ലാസ് വരെ ഹൈ ക്ലാസ്സിലോട്ട് പോയാൽ മാറി. എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാം, സൂപ്പർ റിച്ച്. പിന്നെ മിഡിൽ ക്ലാസ്സിൽ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഓരോ സ്ഥലത്തിന്റെ പോലെയൊക്കെ ഇരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും പർട്ടിക്കുലർ ഗ്രൂപ്പിനെ പോലെ ഇരിക്കുമായിരിക്കും. നമുക്കറിയത്തില്ല ഏത് ഗ്രൂപ്പാണ് മോശം ഗ്രൂപ്പ് എന്നറിയത്തില്ല. കാത്തലിക്സ് ആണോ ഓർത്തഡോക്സ് ആണോ എന്ന് പറയുന്നത്, സിന്നി, ഷിയ, ഷാ, മറ്റേത് മറിച്ചൊക്കെ ഇല്ലേ. അതിനകത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനുള്ള കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ പിള്ളേർ വന്നിരുന്നു കഴിഞ്ഞാൽ ഇവരിതെല്ലാം കൂടെ എടുത്ത് വാരി വെതറും. ഇത് അറബ് കൾച്ചറാണെന്നോ, അത് കൾച്ചർ ഇല്ലായ്മയാണ്, അല്ലാതെ മാനേഴ്സ് ഇല്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഇത്ര ബാക്കിയുള്ളവർ ആരും ഈ ടേബിളിൽ ഇങ്ങനെ അത്രയും വേസ്റ്റ് എടുത്തുള്ളൂ, ഇവരങ്ങ് വെതറുക. കണ്ട കഷ്ടം തോന്നുന്നു. അതൊക്കെ നിർത്തുക കേട്ടോ. നിങ്ങളും മനുഷ്യരായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് വിചാരിച്ചാൽ അതിനകത്ത് റിലീജിയസ് ആയിട്ടൊന്നുമില്ല, കൾച്ചറൽ രാജ്യത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ടേബിൾ മാനേഴ്സ് സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ടേബിൾ മാനേഴ്സ് ഇല്ല പലർക്കും.
അത് ഏറ്റവും കൂടുതൽ ഹോട്ടൽസിൽ കാണിക്കുന്നത് ഈ മുസ്ലിം ഗ്രൂപ്പ് ഓഫ് പിള്ളേർ മാത്രമുള്ള ടേബിളല്ല, ഒരുത്തനായിട്ട് കാണിക്കത്തുമില്ല. വേറൊരു സെറ്റപ്പിൽ വന്ന ഒരുത്തൻ കാണിക്കുന്നത്. ഇതൊരു ഫാമിലി ഗ്രൂപ്പ് വരും, എല്ലാവരും കസിൻസ് ഒക്കെ കൂടെ വന്ന് അങ്ങോട്ട് ഇരിക്കും. കൊച്ചു പിള്ളേരാ, ഈ പറഞ്ഞൊരു 25 താഴെ. അത് കഴിഞ്ഞ് വലുതാകുമ്പോഴത്തേന് ഇത് കുറച്ച് കുറയുന്നുണ്ട്. നല്ല ഹോട്ടലിൽ ഇത് കുറവാണ്. ഈ ഇടത്തര ഹോട്ടലിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. പക്ഷെ അത് ആ ടേബിളിൽ മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നില്ല, എവിടെ വേണേൽ കാണിച്ചും തരാം. ഞാൻ ഇനി അങ്ങോട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനും വേറെ പുള്ളിയും കൂടെ എടുത്ത്. പുള്ളി മുസ്ലിമാണ്, പക്ഷെ പുള്ളിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ, പുള്ളി ആ ടൈപ്പ് രീതി വളർന്ന ആളല്ല. അങ്ങനെയുള്ളവർ വളർന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ഒരു കാരണവശാലും ടേബിൾ വൃത്തിയിടാക്കത്തില്ല. അല്ല, നോക്കി അങ്ങനെ പറയാൻ പറ്റും. കറക്റ്റ് പറയാൻ പറ്റും. അല്ല, അതെന്തുകൊണ്ടാണ് പറയട്ടെ, 4, 5, 6 എണ്ണം ഉണ്ടെങ്കിൽ പാടാ. ഇതുങ്ങൾ കലവില ഉണ്ടാക്കും. കൊച്ചിലെ തൊട്ടേ ഇവരെ ആ ശീലം പഠിപ്പിക്കാൻ ഇച്ചിരി പാടാം. താൻ നോക്കിയോ, ഹൈ ക്ലാസ് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവരുടെ വീട്ടിൽ അത്ര ആളുകളും സ്ട്രിക്റ്റും ആയിരിക്കും. മനസ്സിലായോ? അവർ പഠിക്കുന്ന സ്കൂളിലൊക്കെ അതുപോലത്തെ സ്കൂളും ആയിരിക്കും. മദ്രസ പഠനം മാത്രമായിരിക്കത്തില്ല, പിന്നെ ലോക്കൽ സ്കൂളിലും ആയിരിക്കത്തില്ല അവർ പഠിക്കുന്നത്. പിന്നെ ഈ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ളിടത്ത് കൂടുതലും പിള്ളേർ ഇങ്ങനെ തന്നെ ആയിരിക്കും സ്കൂളിലും. മൊത്തത്തിൽ വൃത്തികെട്ട ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, റൂം, അടുക്കിപ്പിറക്ക്, വൃത്തിയുടെ കാര്യത്തിൽ കിച്ചൺ. എന്നോട് ഒത്തിരി ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വീടുകളിലെ കിച്ചൺ അത്ര വൃത്തി കാണത്തില്ല. ചുമ്മാ ഞാൻ വെറുതെ പരദോഷം പറയുന്ന വർഗീയത മനസ്സിലായി. ഇതിന്റെ പ്രശ്നം മൊത്തം ഇരിക്കുന്നത് ഇത് റിലീജിയസ് അല്ല. ഇത് എന്തായാലും ഈ പോപ്പുലേഷൻ കൂടിപ്പോയി. എല്ലാവരോടും ഒത്തിരി പേര് തീറ്റിപ്പോരണം. എല്ലാ കിച്ചണിൽ കിടന്ന് പണിയോട് പണി. ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ ഒരു അവിടെ എത്ര മക്കളുണ്ട്? ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്ന അവിടെ 2 മക്കളാണ്. 2 മക്കളുണ്ട്. താൻ പറഞ്ഞത് നടക്കും. 4 ഒക്കെ നടക്കത്തില്ല. 4 കാര്യം എനിക്ക് പറയുന്നത്. 4 എവിടെ ഉണ്ടെങ്കിലും പ്രശ്നം. പക്ഷെ വേറെ കാര്യം, ക്രിസ്ത്യൻ ഫാമിലിയിലെ പിള്ളേര് ബിഹേവ് ചെയ്യുന്നത്, ഈ മാനേഴ്സ് അവർക്ക് പ്രത്യേകം ഉണ്ട്. എനിക്ക് 4 പിള്ളേരുള്ള ക്രിസ്ത്യാനി പിള്ളേരെ കണ്ടാലൊന്നും അവരൊന്നും ഒരു ടേബിളിലും ഇങ്ങനെ ഇടത്തില്ല. ഹിന്ദുക്കളും ഇടത്തില്ല. ഒരു ഫുഡിനെയൊക്കെ ഭയങ്കര ക്ലാസ് ആയിട്ട് ഇരിക്കാനൊക്കെ അവർ ആഗ്രഹിക്കാറുണ്ട്. ഫുഡും അവിടുത്തെ ടേബിളും അതൊക്കെ. പിന്നെ റൂം വൃത്തിയാക്കല്, ബാത്റൂംസ്, അതൊക്കെ ബെറ്റർ ക്രിസ്ത്യൻ ആൻഡ് ഹിന്ദു ടീംസാണ്. പക്ഷെ ക്രിസ്ത്യാനികൾ കുളിക്കില്ലെന്നാണല്ലോ പൊതുവെ പറയുന്ന. ഒട്ടും കുളിക്കാത്തതുകൊണ്ടാണ് കുളിക്കാത്ത ഒരു സംഭവമാണ് ഈ മരുഭൂമിയിലൊക്കെ വെള്ളമില്ല. അതുകൊണ്ടാണ് സുന്നത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെ വെള്ളമുള്ളതുകൊണ്ടാണ് സുന്നത്തില്ല. പക്ഷെ ഇവിടെ സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ കുളിക്കുക? കഴിവുപോലും വേണ്ട. മറ്റവരുടെ പരിപാടിയാണത്, എബ്രഹാമിന്റെ. അത് ഡെസേർട്ടിൽ കുളിക്കാൻ വെള്ളം കുറവായതുകൊണ്ട് അവരിതൊക്കെ ചെത്തിക്കളയും. അല്ലെ ഫംഗസ് അടിച്ച് പണി കിട്ടും. അപ്പോഴത്തേക്കിനും ഇത് വെട്ടിക്കളയും. ഇതൊക്കെ ചെറുപ്പത്തിലെ വെട്ടിക്കളഞ്ഞാൽ പൊഴുത്തിരിക്കും. ഇങ്ങനെ ഇത് കഴുകണ്ടേ? വെള്ളമില്ല, തീരെ വെള്ളമില്ല. അതാണ് അവസ്ഥ. മനസ്സിലായോ? വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യര് ഇപ്പൊ അത് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ക്ലൈമറ്റ് കൊണ്ടുണ്ടായ പ്രശ്നം അത് ഭയങ്കര രാജ്യം മാറിയാലും എവിടെ ചെന്നാലും ഇത് തന്നെയാണ് പൊട്ടന്മാർ. അല്ല എന്താ പറയാന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 5-6 പിള്ളേരുണ്ടായുള്ള പ്രശ്നമാണ്. ഇതുങ്ങളെ നോക്കാനും പറ്റത്തില്ല. അല്ലേ പിന്നെ അത്രയ്ക്കും ബോധവും വിളിവും വിദ്യാഭ്യാസവും വീലക്കാരും ഒക്കെ ഉള്ളൊരു റിച്ച് കക്ഷിക്ക് പറ്റും. ഇനി ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. അപ്പോഴും ഒന്നിച്ച് വന്ന പാടാ. ഓരോ വർഷത്തെ ഗ്യാപ്പ് ഇട്ട് അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ഈ 3 പിള്ളേരുള്ള വേറെ കാര്യങ്ങൾ ഞാൻ പറയാം. ക്രിസ്ത്യാനികൾക്ക് 3 പിള്ളേരുണ്ടെങ്കിൽ ആദ്യത്തെ കൊച്ചിന് 10 വയസ്സ്, 10 അല്ല ഒരു 12, രണ്ടാമത്തെ കൊച്ചിന് ഒരു 5, ഏറ്റവും ചെറുത് കൈക്കുഞ്ഞായിരിക്കും. വലിയ ഗ്യാപ്പ് കാണും ഇവരുടെ അതിനകത്ത്. മുസ്ലിംസ് വരുമ്പോൾ താൻ ശ്രദ്ധിച്ചോ, എല്ലാം ഓരോ വർഷം അടിയാ. എല്ലാം ഒരൊറ്റ വർഷത്തെ ഗ്യാപ്പ് കിട്ടത്തില്ല. അപ്പോഴത്തേക്കിന് 6 വരും. 6 വർഷം, 6 12. പിന്നെ ഈ കൊച്ചുങ്ങളെ നോക്കാൻ പറ്റത്തില്ല. ഇതുണ്ടെങ്കിൽ എല്ലാത്തിനും കൂടെ വാരിപ്പെറുക്കി എടുത്തിട്ട് എല്ലാം ഞാൻ നോക്കൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വ്യത്യാസം, ഇവരുടെ ഏജ് വ്യത്യാസം ഒറ്റ അടിക്കിങ്ങി വരും എല്ലാം കൂടെ. അപ്പോഴത്തേന് ഇവരെ ശ്രദ്ധിക്കാൻ പറ്റാത്ത പേരന്റിങ്ങിന്റെ ഈ വന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം അവർക്ക് നഷ്ടപ്പെട്ടു. സത്യത്തിൽ തീർത്തും ഇൻകോമ്പറ്റന്റ് ആയിട്ടുള്ള വലിയൊരു പോപ്പുലേഷനാണ് ഇപ്പൊ അവർ സൃഷ്ടിച്ചേക്കുന്നത്. ഇത്
ഇവരുടെ മതം കൊണ്ട് സംഭവിച്ചാണെങ്കിലും കൊള്ളാം, എന്ത് രീതി സംഭവിച്ചാണെങ്കിലും നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുമ്പോൾ ചിലപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾസ് കൂടി MDMA പ്രശ്നം വന്നു, കൂടുതൽ മുസ്ലിം പേരാ വന്നേ. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം വരുന്നു, രണ്ടാമത്തെ പ്രശ്നം വരുന്നു, മുസ്ലിം പേര് കിട്ടുകയവർക്ക്. പിന്നെ അതുമല്ല, അത് വെച്ച് കഴിഞ്ഞാൽ ഇത് മുസ്ലിംസ് ആയിരിക്കത്തില്ല ഉറപ്പായിട്ടും, യാതൊരു അതിനകത്തൊരു ചെറിയ പണി നടക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയം എനിക്കും തോന്നുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പേരുകൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മീഡിയ വൺ വേണമെന്ന് ശ്രദ്ധിച്ചോ. ജനൻ TV ഒന്നും നിൽക്കത്തില്ല, ഏഷ്യാനെറ്റ് നിൽക്കത്തില്ല, മലയാള നിൽക്കത്തില്ല, മാതൃഭൂമിയുടെ കാര്യം എനിക്കറിയത്തില്ല, എനിക്കത്തില്ല. ഇവരെ മിക്കവാറും അടുത്ത രീതിയിലും ഈ കമ്മ്യൂണിറ്റി ഭയങ്കര മോശമാണെന്നുള്ള വരുത്തി തീർക്കാനുള്ള പരിപാടികളൊക്കെ. ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യമൊക്കെ സംഭവിച്ചു, താൻ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അതായത് നമ്മുടെ P. ജയരാജൻ ഈ ഇസ്ലാമിന്റെ മറ്റേ ഫാർ റൈറ്റ് ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് എന്തോ ഒരു ബുക്കൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ട് ഇടയിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് അങ്ങനെ ഒരു ബുക്കൊക്കെ എഴുതുന്നു. ആര് വായിക്കുന്നു എന്നുള്ളതല്ല അതിനകത്ത് പ്രശ്നം ഇവരെ ഇങ്ങനെ വേറെ തരത്തില് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, മനസ്സിലാവും. ഞാൻ പറഞ്ഞ ഉത്തരവാദിത്വം ഉണ്ട് ഇവർക്ക് ഈ രീതിക്ക്. അതായത് പേരന്റിങ് മോശമായതിന്റെ പ്രശ്നം ഈ കൊച്ചുങ്ങൾ ഇങ്ങനെ കൂടുതൽ കാണിക്കുന്നു. മറ്റിടത്തും ഉണ്ട് ഇതുപോലത്തെ ആൾക്കാർ. പക്ഷെ നോക്കിക്കോണം, ഇത് ഇവർക്ക് ടാർഗറ്റ് ചെയ്താൽ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം മറ്റിടത്ത് പോലെ പെട്ടെന്ന് തീരത്തില്ല. എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ പറയണോ? ഈ പ്രായത്തിലുള്ള പിള്ളേരുടെ എണ്ണം ഏത് പോപ്പുലേഷനിലാണ് കൂടുതൽ നോക്കിയാൽ ചിലപ്പോൾ, പ്രത്യേകിച്ചും പേരൻറ്റിക്ക് മോശമായി പോയവരുടെ ഗ്രൂപ്പ് എടുക്കുമ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതൽ വരും, സ്വാഭാവികമാണ്. ഒരു സംശയം വേണ്ട. ഈ പ്രാവശ്യം നല്ല ബുദ്ധിമുട്ടും ഈ കാര്യത്തിൽ. MDMA നേരത്തെ പറഞ്ഞ വിഷയമുണ്ട്, കള്ള് ഹറാമാണ്, നേരെ കയറി കഞ്ചാവിലും MDMA പിടിക്കും. എനിക്കറിയാവുന്ന പിള്ളേരൊക്കെ പലരും ഉണ്ടോ കള്ള് പിടിക്കത്തില്ല, അടിക്കുന്നവന്മാരാ എല്ലാം മുസ്ലിംസാ. രണ്ടുണ്ട്. പിന്നെ ഒത്തിരി ആളുള്ളത് കൊണ്ട് കുഴപ്പമില്ല, കുറച്ചൊന്നും പോയാലും. എനിക്ക് തോന്നുന്നു കള്ള് അലോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നത്. അങ്ങനെ കള്ളൊരു സമ്മതിക്കണ്ടേ? ഇവന്മാരെ നശിച്ച പുസ്തകം പിടിച്ചോണ്ടിരിക്കുവല്ലേ ഇങ്ങനെ. അവരിപ്പോഴും അതല്ലേ പഠിപ്പിക്കുന്നേ? ഇതൊന്നും പഠിപ്പിച്ചാൽ ഇത് അതിനകത്ത് ഇല്ല. അതിനകത്ത് ഇല്ലാത്ത സാധനം ഇപ്പൊ എല്ലാം ഇവിടെ ഒരു സാധനം ഇപ്പൊ അതിനകത്തുള്ളത് കിട്ടാനില്ല. ഇവരിവിടെ പറഞ്ഞ സാധനങ്ങൾ ഇവിടെ കുറെ ആര് പറഞ്ഞതും ഇല്ല, ആര് പറഞ്ഞതിനകത്തും ഈ സാധനമൊന്നുമില്ല. ബാക്കിയുള്ളവരൊക്കെ ഇത് വിട്ടട കുറെ ഇവന്മാരെ പിടിച്ചോണ്ടിരിക്കുന്നത്. ഈ മുല്ലാക്ക എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മൂലക്കൊക്കെ ഇരുന്ന് ഏതൊക്കെയോ മൂലയിലിരുന്ന് ആൾക്കാരെ വഴിതെറ്റിക്കുന്നു. ഞാൻ ഇപ്പോഴും കാണുന്ന പിള്ളേരെ ഈ മദ്രസയിലൊക്കെ വിടുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവിടെ എന്തോ പഠിക്കാനിരിക്കുന്നത്, എന്ത് പഠിക്കാനാ, എന്ത് പഠിക്കും അവര്? വേറൊരു സാധനം ഈ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ, അതായത് ഈ ലോകാവസാനം ഉണ്ടാകുമ്പോഴേക്ക് അക്കോർഡിംഗ് ടു ഖുർആൻ ലോകാവസാനം ഉണ്ടാകുമ്പോഴേക്കും ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ദൈവത്തിന്റെ മുഖം മാത്രം ദൈവം രക്ഷിക്കും, മനസ്സിലാവുണ്ടോ? ബാക്കിയെല്ലാം നശിപ്പിച്ചു കളയും, മനസ്സിലാവുണ്ടോ? ലോകാവസാനം ഉണ്ടാകുമ്പോൾ. അപ്പൊ ലോകാവസാനം ഉണ്ടായി കഴിഞ്ഞിട്ടല്ലേ ഇവിടെ ഉള്ളവരൊക്കെ സ്വർഗത്തിലോട്ട് പോകുന്നത്. അപ്പൊ സ്വർഗം അടക്കം നശിപ്പിക്കുമല്ലോ, പുള്ളി എല്ലാം നശിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നശിപ്പിക്കുമെങ്കിൽ പിന്നെ ഈ ഹൂറിമാരൊക്കെ കിട്ടുമോ എന്നൊക്കെ ഉള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ പിള്ളേരെ, മനസ്സിലാവുണ്ടോ? പിള്ളേര് ഇതൊക്കെ എടുത്ത് വായിക്കാനൊക്കെ തുടങ്ങിയിടോ ഇതിന്റെ ഇടയ്ക്ക്. അങ്ങനെയൊക്കെ ഒരു മാറ്റമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്റെ മലയാള പരിഭാഷ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേര് ഈ സാധനമൊക്കെ എടുത്ത് റിലീജിയസ് സാധനം അല്ല. നമുക്ക് ആ റിലീജിയന്റെ ബുക്കൊന്നും നമുക്ക് എടുക്കാനേ പറ്റത്തില്ല. എനിക്കറിയത്തില്ലോ ഈ സാധനം എന്തുവാ. ഇത് ആരാ ഇത്? ആരെന്ന് നോക്കി ഇത് എവിടെയാ? ഞാൻ ഈ പരിപാടി ലാസ്റ്റ് ഇപ്പത്തെ കൂളിംഗ് ഗ്ലാസ് ഇത് പുതിയതാ, കണ്ടോ? ഇത് ആരാണ്ട് കൂടെ കൂടിയതാ കേട്ടോ, അല്ലാതെ ഇത് ഏത് ഇവിടെ നാട്ടിലല്ലല്ലോ. നാട്ടില എനിക്ക് ഇവര് ബന്ധുക്കളാരാണ്, കസിനെ കണ്ടതൊക്കെ പറഞ്ഞില്ല. അതാ ഞാൻ ഓർത്തോടെ ഇത് ആരത് പരിചയമുള്ളൊരു മോന്തേ. എനിക്കാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്കും അത്ര ക്ലിയർ ആയില്ല.
ആളുടെ ഒരു കോലം കണ്ടു പിടി പരിചയമുള്ള ആൾ കിടന്ന് ഡാൻസ് കളിക്കുന്നു ഞാൻ നോക്കിയപ്പോ. ഇത് കൊള്ളാം. പറ്റൊരാളുണ്ടായിച്ചെടുക്ക്. എന്നാ ശരി, നിക്ക് ഞാൻ പറയാറുണ്ട്. ആ പിന്നെ ഇനിയും പറയാറുണ്ട്. അതായത് തീർന്നോ? പിന്നെ ഞാൻ പറഞ്ഞത് ആരും എന്നാ അറിയുള്ളൂ, പാരന്റിങ് ഇഷ്യൂസ് വരണമെന്നാണ്. 15%, 15%. ഈ പാരന്റിങ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ വരിക, കൂടുതൽ പീഡനത്തിനിരയാവുക. ഇവനൊക്കെ വല്ല മദ്രസ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഈ തല്ലിക്കൊന്നവനൊക്കെ അവിടെ ഒരു ചെറിയ പ്രശ്നം നടക്കും. ഈ ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് എന്ന് പറയുന്ന ആ ട്രോമ ഉണ്ടല്ലോ, ഈ ചൈൽഡ്ഹുഡ് ട്രോമ, അത് ഇങ്ങനത്തെ ക്രിമിനൽ മെന്റാലിറ്റീസ് ഉണ്ടാക്കും, ആന്റി സോഷ്യൽ ആവും. അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഇതുവരെ പിടിക്കപ്പെട്ട മദ്രസാധ്യാപകരുടെ എണ്ണം ഇല്ലേ, അവന്മാർ പീഡിപ്പിക്കുന്നതിന്റെ ലിസ്റ്റ് വരാൻ തുടങ്ങിയത് 4-5 വർഷം മുമ്പല്ലേ. MDMA കൊണ്ട് ആയിരിക്കത്തില്ല ചിലപ്പോൾ ഈ ചെറുക്കനെ ചെയ്തേക്കുന്നത്. അവൻ MDMA അടിക്കാൻ കാരണം ഈ പീഡനമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പ്രശ്നമുണ്ട്. അത് ക്ലിയർ ചെയ്യാതെ പോയതിന്റെ വലിയൊരു പ്രശ്നം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ മദ്രസ പീഡനക്കാരെന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വരുമ്പോൾ ഒരു കുട്ടിയല്ല അയാൾ പീഡിപ്പിക്കുന്നത്. അവിടെ കുറെ എണ്ണത്തിനെ പീഡിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പിടിക്കപ്പെടുന്നതായി കാണുന്നത്. അവസാനത്തെ സാധനം കിട്ടി. അയാൾ ഒരു 100 എണ്ണത്തിനെ പീഡിപ്പിച്ച് കഴിയുമ്പോഴായിരിക്കും ഒരാളെ പിടിക്കുന്നതായിരുന്നു. ചിലരെ 10 എണ്ണത്തിന് കഴിയുമ്പോൾ പിടിക്കും, ചിലരെ ഫസ്റ്റ് ടൈം പിടിക്കുമായിരിക്കാം. നിർബന്ധമൊന്നുമില്ല ഫസ്റ്റ് ടൈം പിടിക്കണമെന്ന്. ഫസ്റ്റ് വളരെ കെയർഫുള്ളായിട്ട് ഇവർ ചെയ്യത്തുള്ളൂ. കുറച്ചാളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ആ ഒരു കൈവിട്ട് പോകുന്നതായി കാണുന്നത്. അവരങ്ങനെ ആ ഒരു പിന്നെ മറ്റേ എവിടെയും കയറി പിടിക്കാൻ തുടങ്ങും. അത് ആ ഒരു അസുഖമായി മാറും. അത് മെന്റൽ പ്രശ്നമാണല്ലോ കുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ട് 1, 2, 3 ഒന്നും അറിയത്തില്ല. ആ ട്രോമ നടക്കുന്ന പിള്ളേരും ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. അത് കൂടുതലാണ്. വേറെ ഒരു കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾക്ക് ഇത്തിരി പീഡനം നടക്കുന്നില്ലെന്നുള്ള കാര്യം അറിയാമല്ലോ. മദ്രസയിലാണ് പീഡനം നടന്നിരിക്കുന്നത്. മദ്രസ പീഡനത്തിന്റെ ബാക്കിയാവാൻ സാധ്യതയുണ്ട് MDMA, M to M, then to another M is murder. മദ്രസ, MDMA and murder. അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത്. അല്ലാതെ ഇത് ചുമ്മാ MDMA തലയിലിടുക, അല്ലെങ്കിൽ കഞ്ചാവിനുണ്ടെങ്കിൽ ഒരു എമ്മിൽ നിന്നും വേറെ മുസ്ലിം, അത് എങ്ങനെ ചിരിക്കായിരിക്കും. ഞാൻ ചുമ്മാ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. എല്ലാം ഞാൻ വെറുതെ പറയല്ല. ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട കുട്ടികൾ ഇഷ്ടം പോയില്ലേ, അതിനകത്ത് എത്ര എണ്ണം കാണും. ഇതൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇഷ്ടം പോലെ വരും. നോക്കൂ, ഇതിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടവർ വീടിച്ച് അടച്ചു കൂട്ടിയിട്ടവർ അവസാനം ഒരു ദിവസം ഇവന് ആകുന്നതാണ്. ഇവനൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാകത്തില്ല. ഒരിടത്തൊരു പറയാൻ പോലും പറ്റാതിരുന്നവനായിരിക്കും. ഇവൻ പറഞ്ഞിരുന്ന അവനെ അന്ന് പിടിച്ചേനെ 5 വർഷം മുമ്പ്. ഇവൻ എത്ര വയസ്സുണ്ട്? 19 അത്രയൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ 12ാമത്തെ വയസ്സിൽ കിട്ടിയിട്ടുണ്ട് പണി. മനസ്സിലായത് എനിക്ക്. അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. അവരെ പിടിച്ചിട്ടില്ല. അവർ പിടിക്കാതെ ഇങ്ങനെ ഫ്രസ്ട്രേഷൻ അടക്കി പിടിച്ചിരുന്നപ്പോഴാണ് ഈ സാധനമൊക്കെ വരുന്നത്. അതെല്ലാം അടിച്ച് ആരോടും പറയാൻ പറ്റുന്നില്ലായിരിക്കും ചിലപ്പോൾ. ഇനി എന്തെങ്കിലും അവൻ പള്ളി പോവാന്നാണ് പറയുന്നത്. പിന്നെയും ഇത് രണ്ടും കൂടെ ഇതൊരു വല്ലാത്ത തരം പ്രശ്നമാണോ ഇത്? നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും പുണ്യപ്പെട്ട ഒരു സ്ഥലത്തേക്ക്, ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക്, ഏറ്റവും സ്വർഗതുല്യമായ സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എന്നുള്ള രീതി പഠനം നടക്കുന്നത് അതേ ഏരിയയിൽ നേരെ വിപരീതമായിട്ടൊരു സാധനം സംഭവിച്ചാൽ ബ്ലാക്ക് ഓർ വൈറ്റ് എന്നൊരു ചോദ്യം വന്നാൽ ഇവർക്ക് കൺഫ്യൂഷൻ പെടും. മനസ്സിലായോ? അവർക്കുണ്ടാകുന്ന കൺഫ്യൂഷൻ ഒന്നും വേറെ ലോകത്താർക്കും ഉണ്ടാകുന്നില്ല. സ്വന്തം തന്തയും തള്ളയും പീഡിപ്പിക്കുന്നതിനേക്കാളും ചിലപ്പോൾ സിവിയർ ആയിരിക്കും ഈ സ്ഥലത്തു നിന്നൊരു പീഡനം വരുന്നത്. ഈ ഡ്രഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പയ്യനെ ഒരു സ്ത്രീ പറയുന്ന കേട്ടാ, ചെറിയ ചെക്കനവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അമ്മയോട് ബിഹേവ് ചെയ്യുന്ന പോലെ അല്ല. അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. അപ്പൊ അവന് ഈ സാധനം പലതവണ കാണിച്ചതിന് ശേഷം ഇവര് മാറിയൊക്കെ കിടക്കുന്നത്, വേറെ റൂമിലൊക്കെ പോയി കിടക്കുന്നത്. ഇവൻ വരുമ്പോ പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. ഡ്രഗ് കാരണം അത് മുസ്ലിമാണ്. അത് ആ ന്യൂസാ കൂടുതൽ വരുന്ന വിഷയം. ചിലപ്പോ ഇത് ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് കൂടാൻ ചാൻസ് ഉണ്ടോ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇത് അജണ്ട ഉണ്ടോ എന്ന്. അതായത് ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ പിടിക്കപ്പെടാത്ത ആൾക്കാർ അറിയാതെ പോയത്. എനിക്കറിയാം ഒരു പെൺകുച്ചിനെ, അവൾക്ക് കാലിപ്പ, അവൾ ഇമാരെ അടുപ്പിക്കുന്നത്, ഇമാരെ തേറി വിളിക്കുന്നത് ഞങ്ങളായിരുന്നു. എന്നിട്ട് അവൾ BJPക്ക് വോട്ട് ചെയ്തിരുന്നു. അവിടെ 4 എണ്ണത്തിനെ കൊല്ലട്ടെന്ന് UP-യിൽ. അതിനു വേണ്ടി ഇവന്മാരെ
അതായത് ആണുങ്ങളെ കൊല്ലണം അവള് പറയുന്നത്. അത് മറ്റേതാണ്. അത് ഈ പീഡനം പീഡിപ്പിച്ചതിന്റെ കലിപ്പ് അത് വീട്ടിൽ പറഞ്ഞിട്ട് അവര് ശ്രദ്ധിച്ചില്ല. കൊച്ചു പലവട്ടം പറഞ്ഞ് എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് അതിനെ വഴക്ക് പറഞ്ഞ് വീണ്ടും കൊണ്ടിരുത്തും. അവൻ മടി കയറ്റിയിരുത്തും. അവൻ ഇങ്ങനെ കളിപ്പിക്കും. പക്ഷെ കൊച്ചാണ്. അവള് വല്ലാണ്ട് പേടിച്ചിട്ട് ഇത് ദേഷ്യമായി പോയി. ഏട്ടാ ഇതുങ്ങൾ ഇല്ലാണ്ടാവണമെന്ന് അവള് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെ എത്ര പേര്. ഇത് ഈ കൊച്ചു പറഞ്ഞിട്ടില്ല, ഇവനെ പിടിച്ചിട്ടില്ലല്ലോ പോലീസ്. അപ്പോഴും പോക്സോ ആണല്ലോ. അയാൾ തട്ടിപ്പോയി. ഇവക്കിപ്പോ ഒരു 10-40 വയസ്സുണ്ട്. എന്താ അവള് കൊച്ചുങ്ങളെ വിടത്തില്ല, ഈ സ്ഥലത്തോട്ട് വിടത്തില്ല അവള് പേടിച്ചിട്ട്. അങ്ങനെ വിടാതിരിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ. പക്ഷെ ഇത് കിട്ടിയിട്ട് പിന്നെ തള്ളി വിടുന്നവന്മാര് വീണ്ടും താണ്ട് ഇതുപോലത്തെ ആൾക്കാരെ ഉണ്ടാക്കിയിടും. ഈ സാധനത്തിനകത്ത് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സാധനം കൂടെ ചെക്ക് ചെയ്യണം. ഇപ്പൊ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരാരെങ്കിലും വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പീഡനാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. എന്തെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ സുഹൃത്തുക്കളുടെ സൈക്കോളജിസ്റ്റ് പോരാ, സൈക്കാട്രിസ്റ്റിനെ തന്നെ കാണണം. കാരണം അത്രയും വർഷത്തെ ഇതാ കിടക്കുന്നത് ഈ സാധനം. അങ്ങനെ തോന്നുന്നു ഫാമിലി പ്രശ്നങ്ങളുണ്ട്. കൂടുതൽ ഫാമിലികളിൽ ഇപ്പോൾ പ്രശ്നങ്ങളാണ്. അതിന് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സ്വയം ചെക്ക് ചെയ്താൽ മതി. ആരോടും പറയാനൊന്നും പോകണ്ട. സംഭവിച്ചത് തന്നെ. ഇത് വലിയ അങ്ങനെ കാര്യമൊന്നുമല്ല. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അല്ലേ. ഇത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഉള്ള കാര്യം പറഞ്ഞാൽ ഇതിനകത്തൊക്കെ എന്തോ പാടി, എന്തോ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നത്. അങ്ങോട്ട് എൻജോയ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എൻജോയ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ചിലർക്ക് അത് പറ്റത്തില്ല. പിന്നെ പ്രായം ചെറുതാണെങ്കിൽ പേടിക്കും. അങ്ങനെ പേടിച്ചവരൊക്കെയാണ് പിന്നീട് ഈ വിഭ്രാന്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടോ. അല്ലാതെ ഞാൻ തലയടിച്ച് പൊട്ടിക്കാന്നിരിക്കുകയാണ്. ഭാര്യയോട് ഫാമിലി പ്രോബ്ലംസ് ഒരുപാടായെന്ന്. ഞാൻ ഇപ്പോൾ കുറേ കൗൺസിലേഴ്സ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എല്ലായിടത്തും ഈ ഫാമിലികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ കൗൺസിൽ ചെയ്യാൻ പറ്റത്തില്ല. പിള്ളേർക്ക് മനസ്സിലാവും, ഈ മരമണ്ടന്മാർക്ക് മനസ്സിലാകത്തില്ലെന്ന്. ഈ കുട്ടികൾ ബുദ്ധിമുട്ടുക. അതായത് കുട്ടികൾ നല്ല പറയുന്നത് 25 വയസ്സ് താഴേക്കുള്ള ആൾക്കാരില്ലേ, ഈ 20-28 ആ റേഞ്ചിൽ ഇവർ 25 കെട്ടുമല്ലോ. കയറി 25-26 കല്യാണം കഴിക്കും. ആ ടീമിനാണ് ഫുൾ പ്രശ്നം, ഇഷ്യൂസാ. എന്നിട്ട് ഇവരെ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പിടിച്ചാലും മറ്റവർക്ക് പിടിക്കത്തില്ല. സെപ്പറേറ്റ് ചെയ്യേണ്ടവരെ സെപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല ഈ കമ്മ്യൂണിറ്റി. എന്നിട്ട് കൗൺസിലറെ തെളിവിക്കാൻ പോകും. മനസ്സിലായത് എനിക്ക് ഇതിന്റെ പ്രശ്നം ഇവിടെ കിടക്കുന്നതാണ്. ഈ മറ്റവന്മാർ ഇങ്ങനെ നിൽക്കുക, ഇതിനെ വളഞ്ഞു കുറ്റി. ഇവര് സെപ്പറേറ്റ് ആവണം. അത് സമ്മതിക്കാതെ പിന്നെ ഇവര് പിന്നെ കഷ്ടപ്പെട്ട് കേസിൽ അത് കുറച്ച് ഈസിയാണ്. ഈ മുസ്ലിംസിന്റെ ഈസി ആയിരിക്കും, പക്ഷെ സമ്മതിക്കണ്ടേ? അല്ല, ഇവരൊന്നും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പറയണ്ടേ, പറയിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. അവര് വന്നിട്ട് ഈ ഇവരെ തെറി വിളിക്കുക. മനസ്സിലായോ? ഫാമിലി മൊത്തം ഇറങ്ങി തെറി വിളിക്കുക. ബ്രാഞ്ചുകൾ ഇഷ്ടം പോലെ, കസിൻസ് എല്ലാരും വന്നിട്ട് ഇവര് അങ്ങനെ ഇല്ല, അങ്ങനെ അല്ലാന്ന് വേണ്ടെന്നുള്ള രീതിയിലൊക്കെ ആ ചെറുക്കനെ ഓടി രക്ഷപ്പെടുക. കാരണം ഇവിടെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ ചുമ്മാ പറയല്ല, ഞാൻ കൃത്യമായിട്ട് പറയാം. ഇതിൻ്റെ ബേസിക് പ്രശ്നം ഒന്ന് നമ്പർ ഓഫ് കിഡ്സ്, ബാഡ് പേരൻറ്റിങ്, അതേസമയം തന്നെ മദ്രസ പീഡനം. ഈ 3 സാധനം ഏറ്റവും കൂടുതൽ നടന്ന കാലഘട്ടം ഇപ്പോഴാണ്. നേരത്തെ പീഡനമൊന്നും അധികം ഇത്രയും ഒന്നും വരത്തില്ല എന്ന്. കാരണം കുറച്ചൊക്കെ ആൾക്കാർക്ക് ശ്രദ്ധിക്കാൻ അത്രയും പോപ്പുലേഷൻ ഒന്നും ഇല്ല. ഇതിപ്പോൾ എവിടെ കൂടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പിന്നെ ഈ ഡ്രഗ്സ് അടിക്കുമ്പോഴും ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ പിള്ളേരെ. 5-6 എണ്ണമൊക്കെ വീട്ടിൽ വന്നിട്ട് എപ്പോഴൊക്കെ കിടന്നുറങ്ങുന്നു, എഴുന്നേറ്റ് പോകുന്നു. പിന്നെ നേരത്തെ ജോലിക്ക് പോകാൻ തുടങ്ങും. ഇപ്പം നമ്മളിവിടെ കാണുന്ന പിള്ളേർക്കെല്ലാം 20 വയസ്സൊക്കെ കാണത്തുള്ളൂ. അവന്മാർ ചായക്കട നിന്നിട്ടാണേലും കൊള്ളാം, എന്ത് കച്ചവടം ചെയ്തിട്ടാണെങ്കിലും എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ഇവർ അധ്വാനിക്കുകയൊക്കെ ചെയ്യും. മറ്റേ ടീമുകൾ അങ്ങനെ നിൽക്കത്തില്ലല്ലോ, ഗവൺമെന്റ് ജോലി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിന്റെ അസൂയ പ്രശ്നങ്ങളും വേറെ ഉണ്ട്, അത് വേറെ കാര്യം. ഇവരുടെ പൈസ ഉണ്ട്, അവരുടെ കയ്യിലില്ല. പക്ഷെ പ്രശ്നം പറ്റുന്ന പൈസ കിട്ടിക്കഴിയുമ്പോൾ ഇത് ഒരു രീതിയിലും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു വലിയ പോപ്പുലേഷൻ. അവർ ഈ MDMA കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇമാരും പോകാം. ഒത്തിരി പിള്ളേർ പോയി. ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ തിരിച്ചാ ജിഹാദ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിപ്പോകും നമുക്ക്. വേറൊരു കമ്മ്യൂണിറ്റി നശിപ്പിക്കാനല്ല ഇവിടെ ഡ്രഗ്സ് വരുന്നത്, ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി നശിപ്പിക്കാനാണെന്ന് ഒരു സംശയം തോന്നി. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇത് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ, ഇത് അവരാണ് ഇതിനകത്ത് പെട്ടത് ശരിക്കും. അല്ലാതെ ഇവിടെ എത്രയോ പിള്ളേരുണ്ട്. എനിക്കറിയാവുന്ന ഒറ്റ പിള്ളേർ ക്രിസ്ത്യാനികളൊന്നും ഇത്രയും ഡ്രഗ്സ് അടിക്കുന്നില്ല.
നമുക്കറിയാവുന്നവരെല്ലാം മുസ്ലിം പിള്ളേരായി പോയി. അവരോട് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ മാപ്പിളാര് പിള്ളേര് ഒക്കെ ഒരു കൺട്രോളിലാണ് നിൽക്കുന്നത്. അടിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അവര് നൈസായിട്ട് പോവാൻ അവർക്കറിയാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശരിക്കും ഇത് റിവേഴ്സ് നടക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഇത് ജിഹാദ് ഇങ്ങോട്ടാണ്, ഇവരെ നശിപ്പിക്കാനുള്ള പരിപാടി, ഇവരെ പൊളിക്കാനുള്ള എന്തോ പരിപാടി ആരാണ്ട് ആസൂത്രണം ചെയ്തു. ഒന്നെങ്കിൽ ഇവരെ ഈ പള്ളിയിലുള്ള തെണ്ടികൾ പറഞ്ഞാൽ അവർക്ക് എടുക്കത്തില്ല അവര്. കാരണം അവന്മാരെ ഇവർക്ക് അറിയാം നല്ലപോലെ, കള്ളന്മാരാന്നറിയാം. സ്വയം ചിന്തിക്കുക, ഇതിനകത്ത് രക്ഷപ്പെടുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്തിപ്പോൾ ഈ കള്ളത്തരം പറയും, മനസ്സിലായോ? ഇനിയിപ്പോൾ ഇവർ മറ്റേ MDMA ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടില്ലേ, ഇപ്പം പെണ്ണുങ്ങൾക്ക് അത് കൊടുത്തു ഇത് കൊടുത്തെന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ആൾക്കാർ അവിടെ പോയി. എത്ര കേസായി. MDMA വന്നപ്പോൾ കേസിൽ പെടുന്നു. ഇതിന്റെ ഡ്രഗ് ഡീലേഴ്സ് ആയിട്ട് മാറി ഒത്തിരി പേര്. പുഷേഴ്സ് എല്ലാം മുസ്ലിം പേരിലുള്ളവര്. എങ്ങനെ ഇത് നടക്കുന്നത്? ഇതെല്ലാം മദ്രസ പഠിച്ചില്ലേ ഇവര്? ഒരു കമ്മ്യൂണിറ്റി ഭയങ്കര സംഭവമാണല്ലോ. എല്ലാവരും സ്വർഗത്തിലോട്ടൊക്കെ പോയി ഇടാൻ റെഡിയാക്കി ഇത്രയും പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇവരല്ലേ ഇതിനകത്ത് പെടുന്നത്. അതിനെന്ത് ഇമാർക്കൊന്നും ചെയ്യാനില്ലേ? ഊളത്തരം പറഞ്ഞുകൊണ്ട് നടക്കാൻ, അല്ലാതെ ഇവനെയൊന്നും കൊള്ളത്തില്ലെന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഈ മതപരിപാടിയും കൂടെ നടന്നാലേ പോക്കാം. മതം പറയുന്നത് കേട്ടിട്ടുണ്ടോ? നശിച്ചെന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായി കാണുന്നത്. ഇനി അങ്ങോട്ടൊരു സ്കോപ്പ് ഇല്ല. ലൈഫില് ഏറ്റവും പ്രധാനപ്പെട്ടത് മതമാണെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകത്തേ ഉള്ളൂ. അത് തീരുന്നതായി കാണുന്നത്. അതിന്റെ അവസ്ഥ മനസ്സിലായിക്കോ. ഇനിയെങ്കിലും ഈ ഈ പറഞ്ഞ പോലെ മതം പറയുന്നത് കേൾക്കാതെ രാജ്യം പറയുന്നതൊക്കെ വെച്ചിട്ടോ അല്ലെ ഇവിടുത്തെ പൊതുസമൂഹം ജീവിക്കുന്ന പോലെ ജീവിക്കാനോ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അധികം പിള്ളേരെ ഉണ്ടാക്കരുത്. ഇപ്പോൾ ഉള്ളവരോടാണ് പറയുന്നത്. 2 എണ്ണം അതിൽ കൂടുതൽ ചെയ്യരുത്. ശ്രദ്ധിക്കാൻ പറ്റും. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തൊക്കെ ഒരു രീതിയിൽ നശിച്ചു പോകത്തേ ഉള്ളൂ. ഒന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി അങ്ങോട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാതിയും ചെയ്യരുത്. അത് മുസ്ലിംസിന് മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇതേ പള്ളി പോലെ ഈ അല്ലല്ലോ. കോട്ടയം മറ്റേ പാല അതിരൂപതയിലൊക്കെ മറ്റേ സാധനം അനൗൺസ് ചെയ്തതാണ് കൂടുതൽ പിള്ളേരെ ഉണ്ടാക്കാൻ. ഒരിക്കലും ഉണ്ടാക്കരുത്. തലയടിച്ച് പൊട്ടിക്കുന്ന ഒരെണ്ണം മതി. ഒരുത്തനെ നോക്കി വളർത്തി വൃത്തിക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അതിനെ ചികിത്സിക്കാനും കെയർ ചെയ്യാനും ഒന്നും സമയം കിട്ടും. ഇത് കിട്ടാതെ പോയാൽ 3-4 ആയി കഴിഞ്ഞാൽ ഒന്നിനെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഒരെണ്ണം തലതെറിച്ച് പോകും. ആ ഒരെണ്ണം മതി നശിക്കാൻ. ഒരു ഏരിയ മൊത്തം നശിപ്പിക്കും ഒരെണ്ണം. ഇത്ര 20 ഐറ്റം വന്നാൽ കണ്ടില്ല നശിപ്പിച്ചത്. അതുകൊണ്ട് അധികം ഉണ്ടാക്കണ്ട. അല്ല നിങ്ങൾ 3 പേരെ ഉള്ളെങ്കിൽ ചിലപ്പോൾ ആ ചെറുക്കൻ 2 തള്ളേനെ തന്നെ തല ഇടിച്ച് പൊട്ടിച്ചിട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പോലീസൊക്കെ എളുപ്പമായിരിക്കും. ഇത് പെങ്ങളെയും കൊല്ലും, അനിയനെ കൊല്ലും, ആങ്ങളെ കൊല്ലും, കസിനെ കൊല്ലും, എല്ലാവരെയും കൊല്ലും. വല്യമ്മ വീട്ടിൽ ചെന്ന് കൊല്ലും. എന്തുവാ നോക്കിക്കോണേ അവൻ്റെ അസുഖം. ഇതിനിടയിൽ ഇപ്പം നാട്ടുകാർ പറയത്തില്ലേ പ്രാർത്ഥിക്കുന്ന പയ്യനായിരുന്നു എന്നെ എവിടെ കിട്ടുന്നത്? ഇത് ആ സാധനത്തിൽ കിട്ടിയാൽ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയി. മനസ്സിലായില്ല? അത് തന്നെ വേണമെന്നാണ് പറയുന്നത്. കുറേ പേര് സന്തോഷിക്കുകയും ചെയ്യും. കുറേ പേർക്ക് സന്തോഷം. കണ്ടോ അവരാ ഇത് നാളെ ഇവിടെ എല്ലാ വീട്ടിലും നടക്കും. കേട്ടോ, ഇത് ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നടക്കത്തില്ലെന്നൊന്നും പറയുന്നില്ല. ഏതെങ്കിലും ടീംസും ഒക്കെ ഏത് ജാതിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ക്രിസ്ത്യനാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ മറ്റേ ഇത് നടത്തിയതും നരബലി നടത്തിയ ടീംസ്. പക്ഷെ അപ്പോഴും താൻ ഈ കഴിഞ്ഞിടയ്ക്ക് നടത്തിയ കൊലപാതകങ്ങളിൽ ഏതായിരുന്നു തുടക്കമായിരുന്നു? ഓർമ്മയില്ല. പറയാട്ടിയാണ് കഴിഞ്ഞിടയ്ക്ക് അല്ലേ? ഈ ഇടയ്ക്ക് എത്ര ന്യൂസാ വന്നത്? എത്ര എണ്ണം വന്നേക്കുന്നത്? എല്ലാ സ്ഥലത്തും ഉള്ള പോലെ. ഇപ്പൊ ഇന്നലെ കണ്ട് അല്ലേ ഈ സംഭവം നടന്നേ, സർവർ അടിച്ചത്. മറ്റേ ഗ്രൂപ്പുകൾ എല്ലാരും ഉണ്ട്. ശരി, വേണ്ടല്ലോ. എല്ലാ ടീമും വന്നിട്ടുണ്ട്. അതൊന്നും അല്ല. അപ്പൊ ശരിയാണ്. പിന്നെ പോട്ടെ, ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിറ്റി ബേസ് ചെയ്തും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി ഇടപെടേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുക. വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നിങ്ങൾക്കെതിരെയാണോ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് പോലും സംശയിച്ചു. ബി കെയർഫുൾ. അത്ര പറയാനുള്ളൂ. 1-2 പിള്ളേരുള്ള വീടുകളെ പറ്റി അധികം ബോധടാവണ്ട. അവിടെ അപ്പനും അമ്മയ്ക്കും നോക്കാൻ പറ്റും. പക്ഷെ അത് നോക്കാൻ പറ്റാത്ത ഏരിയയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ചിലപ്പോൾ ഡ്രഗ്സും ഇതുപോലത്തെ സാധനങ്ങളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ പിള്ളേർ നശിച്ച് കൊല്ലുകയും വേറൊരാളെ കൊല്ലാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. പിന്നെ കൊലപാതകത്തിൻ്റെ കേസ് വെച്ച് നോക്കിയാൽ പണ്ടും കൊലപാതകമുണ്ട്, ഇന്നും കൊലപാതകമുണ്ട്. പിള്ളേരും കൊല്ലും, മൂത്തവരൊക്കെ കൊല്ലും. പക്ഷെ ഇന്നിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്.
അല്ലേ? കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിൽ കൂടുതൽ പ്രശ്നം, കൊലപാതകത്തിനേക്കാൾ വലിയ പ്രശ്നമായിരിക്കും അടുത്തത്. എൻ്റെ ഒരു ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് കുറേ ഒത്തിരി പേരുടെ കേസ് കണ്ടു. അതിനകത്തെല്ലാം അതിൻ്റെ എൻഡ് നിൽക്കുന്നത് ഒരു ബാഡ് പേരൻറ്റിങ്. അത് മാനസികത തെറ്റിയ പേരൻസ് അല്ല ഇവരൊന്നും, ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയ പ്രശ്നമാണ്. ഒരു പെണ്ണിനെ കൊണ്ടൊന്നും ഇങ്ങനെ 3 പിള്ളേരെ ഒന്നും വീട്ടിലിട്ട് വളർത്താനൊന്നും പറ്റത്തില്ല. അതിനൊന്നുള്ള സെറ്റപ്പ് ഇല്ല ഇവിടെ. മനസ്സിലായോ? പഠിപ്പിക്കാൻ പറ്റുമോ? എന്ത് പഠിപ്പിക്കുന്നത്? കണ്ടിട്ടില്ലേ കിടന്ന് കലവില കൂട്ടി എല്ലാം കൂടെ അതുവഴി ചാടി ഇതുവഴി ചാടി ഇങ്ങനെ നടക്കും. മറ്റേ ഒരെണ്ണമൊക്കെ ഉള്ളെങ്കിൽ അതിനോട് അവർക്ക് കറക്റ്റ് ട്രെയിൻ ചെയ്ത് നല്ലൊരു മകനെ സൃഷ്ടിക്കാൻ പറ്റും, നല്ലൊരു രാജ്യത്തിന് ഗുണമുള്ള ഇൻഡിവിജ്വലിനെ സൃഷ്ടിക്കാൻ പറ്റും. സൊസൈറ്റിക്കും അതാണ് നല്ലത്. അല്ലാതെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു ചെറിയ മുറിക്കകത്ത് 10 പേര് കിടന്നുറങ്ങുന്നതിനേക്കാൾ സുഖം 2 പേര് കിടന്നുറങ്ങുന്നത് തന്നെയാണ്. അത്ര മനസ്സിലാക്കി.